അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ഇതിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ലോക ജനതയുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ജീവിത ചരിത്രമാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ഈ ചരിത്രാവതരണത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോകുന്നുവെങ്കിൽ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പുറത്തു നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകൾ. ആ പേര് കേൾക്കുമ്പോൾ സത്യവിശ്വാസിയുടെ മനസ്സിൽ കാരുണ്യത്തിന്റെ നീരുറവ പൊട്ടിയൊഴുകും. ആ പേര് പറയുമ്പോൾ മനസ്സിൽ ആഹ്ലാദം നിറയും. അവരുടെ ചരിത്രം ആരെയാണ് രോമാഞ്ചം കൊള്ളിക്കാത്തത്? അവരുടെ പേര് പറയുന്നത് അനുഗ്രഹമാണ്. അവരെ സ്നേഹിക്കാൻ കഴിയുന്നത് സൗഭാഗ്യമാണ്. അവരുടെ ചരിത്രം പറയുന്നത് പുണ്യമാണ്. ആ അനുഗ്രഹവും സൗഭാഗ്യവും പുണ്യവും നമുക്കും വേണം. അവ നേടാൻ നമുക്ക് ചരിത്രം പറയാം. ചരിത്രം പറയുന്നതിനിടയിൽ നമുക്ക് അവരുടെ പേര് ധാരാളമായി പറയാം. അങ്ങനെ നമ്മുടെ മനസ്സിൽ അവരോടുള്ള സ്നേഹം നിറയട്ടെ. ആരാണ് ഫാത്തിമ? ഒരൊറ്റ ഹദീസ് മതി അവരുടെ മഹത്വം മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മലക്ക് ഇറങ്ങി വന്നു, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിക്കുന്ന സകല സ്ത്രീകളും അവിടത്തെ നേതാവിനെ കുറിച്ച് അറിയണ്ടേ? മനുഷ്യവർഗത്തിലെ ഏറ്റവും അനുഗ്രഹീതൻ ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ പിതാവ്. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആ ബീവിയാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മാതാവ്. സ്വർഗത്തിലെ യുവാക്കൾക്ക് രണ്ട് നേതാക്കന്മാരുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇരുവരുടെയും മാതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ നേതാവാണ് ഫാത്തിമ ബീവിയുടെ പ്രിയ ഭർത്താവ്. ഇപ്പറഞ്ഞതെല്ലാം ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മഹത്വങ്ങളാണ്. അഹ്ലു ബൈത്തിന്റെ കണ്ണികൾ അവരിലൂടെയാണ് കടന്നു വരുന്നത്. അഹ്ലു ബൈത്തിന്റെ ശാഖകളും ഉപശാഖകളും ലോകമെങ്ങും വ്യാപിച്ചു. സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ പരമ്പര പരിശോധിച്ചാൽ നമുക്കെന്താണ് മനസ്സിലാവുക? അദ്ദേഹം രണ്ടാലൊരു പരമ്പരയിൽപ്പെട്ടതാണെന്ന് മനസ്സിലാവും. ഒന്നുകിൽ ഹസനി പരമ്പര, അല്ലെങ്കിൽ ഹുസൈനി പരമ്പര. ആദ്യത്തേത് ഹസൻ റളിയല്ലാഹു അൻഹുവിലും രണ്ടാമത്തേത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലും ചെന്നെത്തുന്നു. ഇവർ രണ്ടുപേരും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ മക്കളാണല്ലോ. ഇവരുടെ പിതാവ് അലി റളിയല്ലാഹു അൻഹു. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ നാം ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ഓർത്തു പോകുന്നു. അഹ്ലു ബൈത്തിന്റെ മാതാവാണവർ. ത്വരീഖത്തിന്റെ പരമ്പരകളും ചെന്നെത്തുന്നത് അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരിലൂടെയാണ് അതും ചെന്നെത്തുന്നത്. അറിവിന്റെ കേദാരമാണല്ലോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഞാൻ ഇൽമിന്റെ പട്ടണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ പട്ടണത്തിലേക്കുള്ള കവാടം അലി റളിയല്ലാഹു അൻഹു ആണെന്നും അവിടെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നു ചെന്നാൽ മാത്രം ലഭിക്കുന്ന അമൂല്യമായ വിജ്ഞാനത്തിന്റെ മഹാശേഖരമുണ്ട്. ആ ശേഖരത്തിൽ നിന്നൊരൽപ്പം കിട്ടാൻ വേണ്ടിയാണ് ത്വരീഖത്തിന്റെ മശായിഖന്മാർ കഠിനാധ്വാനം ചെയ്യുന്നത്. വിജ്ഞാനത്തിന്റെ ഉറവിടമായി മശായിഖന്മാർ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരെ കാണുന്നു. ഇവർക്കു വേണ്ടി എല്ലാ ദിവസവും ഫാത്തിഹയോതി ഹദിയ ചെയ്യുന്നു. ലക്ഷക്കണക്കായ കോടിക്കണക്കായ ഫാത്തിഹകൾ ഓരോ ദിവസവും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവർ വഫാത്തായ കാലം മുതൽ സത്യവിശ്വാസികൾ ഈ ഹദിയ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നോർക്കുക. ഓരോ ദിവസവും കഴിയുന്തോറും അവരുടെ പദവികൾ ഉയർന്നു കൊണ്ടിരിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ പേരിന്റെ പുതുമ ഇന്നും നിലനിൽക്കുന്നു. ഒരു കാലത്തും മങ്ങലേൽക്കാത്ത പേര്. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. നബി കുടുംബം എന്ന് കേൾക്കുമ്പോൾ ഇവരെയാണ് നാം ആദ്യം ഓർക്കുക. നബി കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തിയാണ് നാം പലപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നത്. എല്ലാ ദുആകളിലും തുടക്കത്തിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലാറുണ്ട്. കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തിയ സ്വലാത്ത്. നബി കുടുംബത്തെ ഓർമ്മിപ്പിക്കുന്ന അനേകം സന്ദർഭങ്ങൾ ഓരോ ദിവസത്തിലും നമുക്കുണ്ടാവാറുണ്ട്. നാം അവരെ ഓർക്കണം. ആ ഓർമ്മകൾ നമ്മെ നന്മയിലേക്ക് നയിക്കും.
നബി കുടുംബത്തെ സ്നേഹിക്കുമ്പോൾ വാസ്തവത്തിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതും ആ സ്നേഹത്തെയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ മഹത്വങ്ങളാണ് പറഞ്ഞു വന്നത്. അവ പറഞ്ഞാൽ തീരില്ല. അവ വേണ്ട പോലെ പറഞ്ഞു ഫലിപ്പിക്കാൻ ഇന്നാർക്കാണ് കഴിയുക? അവർ ജനിച്ച കാലഘട്ടം ഒന്നോർക്കണം. അന്നത്തെ മക്കയിലെ സാമൂഹിക പരിസ്ഥിതി മനസ്സിലാക്കണം. കുടുംബ പശ്ചാത്തലം അറിയണം. അപ്പോഴാണ് അവരുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം അറിയുക. ഫാത്തിമ ബീവിയെ കുറിച്ച് രചിക്കപ്പെട്ട കവിതകൾക്കുണ്ടോ വല്ല കണക്കും? ഉപ്പാക്കും മകൾക്കുമിടയിൽ നിലനിന്ന സ്നേഹം അത്ഭുതത്തോടെ കൂടിയല്ലാതെ അത് വർണ്ണിക്കാനാവില്ല. ആ സ്നേഹത്തെക്കുറിച്ച് അതിമനോഹരമായ കവിതകൾ വിരിഞ്ഞു. മലയാള ഭാഷയിൽ പോലും പാട്ടുകൾ എത്ര രചിക്കപ്പെട്ടു, കഥകൾ എത്ര പറയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകളുടെ ജീവിതത്തിലേക്ക് വിനയപൂർവ്വം നമുക്ക് കടന്നു ചെല്ലാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് കേൾക്കാനും അതെനിക്ക് പറയാനും നാഥൻ തൗഫീക്ക് നൽകട്ടെ. മക്കയിലൊരു വെള്ളപ്പൊക്കമുണ്ടായി. മലകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു വന്നു. കഅബാലയത്തിന് ചുറ്റും പ്രളയം. മക്കയിൽ നടന്ന വലിയ അത്യാഹിതം. വീടുകൾ നിലംപൊത്തി. പ്രളയത്തിൽ കഅബ ഷരീഫിനും കേടുപറ്റി. മക്കക്കാരെല്ലാം കഅബാലയത്തിന് ചുറ്റും ഒത്തുകൂടി കേടുപാടുകൾ തീർക്കണം. ചിലർ പറഞ്ഞു പുതുക്കി പണിയണം. വേറെ ചിലർ അങ്ങനെയും പറഞ്ഞു. ഏതിനും കാണും അഭിപ്രായ വ്യത്യാസങ്ങൾ. ചർച്ചയ്ക്കൊടുവിൽ തീരുമാനവും വന്നു, കഅബ പുതുക്കി പണിയണം. ഖുറൈശി ഗോത്രത്തിലെ ഓരോ വീട്ടുകാരും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണം. പുനരുദ്ധാരണത്തിന് ഫണ്ട് രൂപീകരിച്ചു. ചുമരുകൾ പൊളിച്ചു നീക്കിപ്പണിതു തുടങ്ങി. എല്ലാവരും സജീവം. കാഴ്ചക്കാർ ധാരാളം. പുണ്യഭവനം കെട്ടുകയല്ലേ? ചുമരുയർന്നു. ഹജറുൽ അസ്വദ് വെക്കേണ്ട ഘട്ടമായി. ആ കർമ്മം ആര് നിർവഹിക്കും? ചോദ്യമുയർന്നു. തർക്കവും തുടങ്ങി. ആ അവകാശം ആർക്കും വിട്ടുകൊടുക്കാനാവില്ല. വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ ഈ അവകാശം. തർക്കം മൂത്തു. തർക്കം മൂത്താൽ അറബികൾ ആയുധമെടുക്കും. അതുകൊണ്ട് തർക്കം വേണ്ട. പരിഹാരമല്ലാത്ത പ്രശ്നമുണ്ടോ? പ്രശ്നത്തിന് പരിഹാരമുണ്ടോ എന്നാരായാൻ ചർച്ച. വളരെ നേരമായിട്ടും പ്രശ്നപരിഹാരം കണ്ടെത്തിയില്ല. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ നിർദ്ദേശിച്ചു, നോക്കൂ, അബൂ ഉമയ്യത്തിന് നോക്കൂ. നമുക്കിടയിലെ ഏറ്റവും പ്രായമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു തീരുമാനം പറയട്ടെ, നമുക്കത് അംഗീകരിക്കാം. ആ നിർദ്ദേശം എല്ലാവരും സ്വീകരിച്ചു. അബൂ ഉമയ്യ അദ്ദേഹം സദസ്സിന്റെ ശ്രദ്ധാ കേന്ദ്രമായി. ചിലരോടൊക്കെ രഹസ്യ സംഭാഷണം നടത്തി. അവസാനം ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇങ്ങോട്ട് ആദ്യം കടന്നു വരുന്ന ആളെ നമുക്ക് മധ്യസ്ഥനാക്കാം. അദ്ദേഹം പറയുന്ന തീരുമാനം സ്വീകരിക്കാം. ആ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. ഒരാൾ വരണം. എല്ലാവരും കാത്തിരിക്കുകയാണ്. അതാ വരുന്നു ഒരാൾ. ആകാംക്ഷയോടെ നോക്കി. അൽ അമീൻ അടുത്തെത്തി. എല്ലാവരും ചുറ്റും കൂടി. അബൂ ഉമയ്യ തീരുമാനം അറിയിച്ചു. അൽ അമീൻ അല്പനേരം ചിന്തിച്ചു. തൻ്റെ മേൽമുണ്ട് നിലത്തി വിരിച്ചു. ഹജറുൽ അസ്വദ് അതിലെടുത്തു വെച്ചു. ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ നേതാവിനെ വീതം വിളിച്ചു. മേൽമുണ്ട് ഉയർത്താൻ പറഞ്ഞു. എല്ലാവരും കൂടി ഉയർത്തി. ആവശ്യമായ ഉയരമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ അന്നത്തെ അൽ അമീൻ തന്നെ ഹജറുൽ അസ്വദ് നീക്കിവെച്ചു. എല്ലാവർക്കും ആശ്വാസം. അങ്ങനെ ഒരു കലാപം നീങ്ങിപ്പോയി. ഈ സംഭവം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സ് പ്രായം. ഈ 35-ാം വയസ്സിലാണ് ഓമന മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ജനിക്കുന്നതും. രണ്ടും അവിസ്മരണീയമായ സംഭവങ്ങൾ തന്നെ. ഹജറുൽ അസ്വദ് വെക്കുന്ന കാര്യം ഒരു വൻ വിപത്തായി മാറുമെന്ന് ഭയന്ന നാളുകൾ മക്കയിലുടനീളം ഉത്കണ്ഠയായിരുന്നു. രക്തച്ചൊരിച്ചലുണ്ടാകുമെന്ന് ഭയന്ന കാലം. ഓരോ വീട്ടിലും വാശി മൂത്തുവന്നു. ഉത്കണ്ഠയും ആ ഉത്കണ്ഠയാണ് അൽ അമീൻ നീക്കിക്കളഞ്ഞത്. ഇത് അൽ അമീന്റെ പേരും പെരുമയും വർദ്ധിപ്പിച്ചു. വ്യക്തിത്വത്തിന്റെ തിളക്കം കൂട്ടി. കുഞ്ഞിന്റെ ജനനം അൽ അമീനെ കോരിത്തരിപ്പിച്ചു. വീട്ടിൽ ആഹ്ലാദം അലതല്ലി. മക്കയിലെ കുലീന വനിതയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ധനികയായ കച്ചവടക്കാരി, അശരണരുടെയും അഗതികളുടെയും അഭയകേന്ദ്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ വിവാഹം കഴിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ജനിച്ച ആൺകുട്ടികളെല്ലാം മരണപ്പെട്ടു. പെൺകുട്ടികൾ ബാക്കിയായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മെല്ലെ മെല്ലെ വളരുകയാണ്. മാതാപിതാക്കളുടെ ഓമന മകൾ. എടുത്താലും ഓമനിച്ചാലും മതിവരില്ല. നല്ല അഴകുള്ള കുട്ടി, ചുറുചുറുക്കുള്ള പൊന്നുമോൾ, ബുദ്ധിമതി. ആ കളിയും ചിരിയും വീട്ടിലാകെ സന്തോഷം പരത്തി. വാത്സല്യത്തിന്റെ നിറകുടമായ ഉമ്മ. കളിക്കൂട്ടുകാരികളെ പോലെ 3 ഇത്താത്തമാർ. സൈനബ ഇത്താത്ത, റുഖയ്യ ഇത്താത്ത, ഉമ്മു കുൽസൂം ഇത്താത്ത. ഏറ്റവും ഇളയവളാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ.
നല്ല ചുണയും ചുറുക്കുമുള്ള ഇത്താത്തമാർ. അവർ കൊച്ചനുജത്തിയെ മാറി മാറി എടുത്തോമനിച്ചു. എല്ലാവരും ഒന്നിച്ചിരുന്ന് കളിക്കും, ഹരം പിടിച്ചു ചിരിക്കും, കഥ പറഞ്ഞ് രസിക്കും. വീട്ടിൽ നിന്നും വിരുന്നുകാർ. അടുക്കള എപ്പോഴും സജീവം. ഉപ്പാക്ക് മോളോട് എന്തെന്നില്ലാത്ത വാത്സല്യം. മോൾക്കാണെങ്കിൽ ഉപ്പ അടുത്ത് തന്നെ വേണം. മോൾക്ക് വയസ്സ് 4 ഉപ്പയെ എപ്പോഴും കിട്ടാതെയായി. ചില ദിവസങ്ങളിൽ ഉപ്പായെ കാണുകയേയില്ല. രാത്രിയിൽ ഉമ്മായുടെ കൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉപ്പായെ ഓർക്കും. കാത്തിരിക്കെ ഉപ്പായെത്തും. മോളെ കോരിയെടുക്കും, മുത്തം നൽകും. ഉപ്പായും സ്നേഹം കവിഞ്ഞൊഴുകും. അത് കാണുമ്പോൾ ഉമ്മായുടെ മനസ്സ് ആഹ്ലാദം കൊണ്ട് നിറയും. ഉപ്പായുടെ നേർ പകർപ്പാണ് മോൾ. പലരും അങ്ങനെയാണ് പറയുക. ഉമ്മാക്കാണെങ്കിൽ അത് കേൾക്കുന്നത് വലിയ സന്തോഷം. ഉപ്പായെ പോലെ തന്നെ മോളുടെ നടപ്പ്. ഉപ്പ ചിരിക്കും പോലെ ചിരിക്കും. ഉമ്മ മോൾക്ക് മുടി ചീകി ഒതുക്കി കൊടുക്കും, നഖം വെട്ടിക്കൊടുക്കും. അപ്പോൾ ഉമ്മ സന്തോഷത്തോടെ പറയും, ഉപ്പായെ ഒപ്പിയെടുത്തതുപോലെ എൻ്റെ പുന്നാരമോൾ വീട്ടിനകത്തും മുറ്റത്തും ഓടി നടക്കും. ശബ്ദമുയർത്തി ഇത്താത്തമാരെ വിളിക്കും. ഇത്താത്തമാർ ഓടി വരുമ്പോൾ പരിഭവം പറയും. മോൾക്ക് 5 വയസ്സായി, ബാലികയായി മാറുകയാണ്. എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്ന പ്രകൃതം, അറിയാനുള്ള ആവേശം, മാനസിക വികാസത്തിനുള്ള വെമ്പൽ. ഉമ്മ ഉപ്പായെ ഭക്ഷണപ്പൊതികൾ ഏൽപ്പിക്കുന്നു. അതുമായി ഉപ്പ പോകുന്നു. വീട്ടിൽ നിന്നിറങ്ങാൻ നേരത്ത് മോളെയെടുത്ത് ലാളിച്ചു. അത് നന്നായി അല്ലെങ്കിൽ മോൾക്ക് സങ്കടം വരില്ലേ? ഉപ്പ എങ്ങോട്ടാണ് പോകുന്നത്? അല്ലെങ്കിൽ അതിനെപ്പറ്റി അധികം അന്വേഷിക്കേണ്ട ഉപ്പാക്ക് ഉപ്പായുടെ കാര്യം. 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഉപ്പായെ വീണ്ടും കാണാം. വരാൻ വൈകിയാൽ ഉമ്മാക്ക് ബേജാറാണ്. ഇത്താത്തമാരും വിഷമിക്കും. അതൊക്കെ കാണുമ്പോൾ മോൾക്ക് സങ്കടം വരും. ഒരു ദിവസം രാവിലെ മോൾ ഉണർന്നു വന്ന് നോക്കുമ്പോൾ ഒരാൾ മൂടിപ്പുതച്ചു കിടക്കുന്നു. ആരാണുമ്മ കിടക്കുന്നത്? ഉപ്പ. ഉപ്പയോ? ഉപ്പാക്ക് എന്തു പറ്റി? പനി. തൊട്ടുനോക്കി. ഹോ, എന്തൊരു പനി! ഉമ്മ ഉപ്പയെ പരിചരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. പേടിക്കേണ്ട, ഒരാപത്തും വരില്ല. താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, അന്യരെ സഹായിക്കുന്ന ആളാണ്. ഉപ്പായുടെ മുഖത്തെന്തൊരു പേടിയുടെ ഭാവം. നെറ്റി വിയർക്കുന്നു. എന്തോ സംഭവിച്ചിരിക്കുന്നു. എന്താണെന്ന് ആർക്കറിയാം? വീട്ടിൽ ചിലരൊക്കെ വരുന്നുണ്ട്. ഉമ്മയോട് സംസാരിക്കുന്നു. വലിയ ഗൗരവത്തിലാണ് സംസാരം. മോൾക്കൊന്നും, ഫാത്തിമ ബീവിക്കൊന്നും മനസ്സിലായില്ല. മോൾ കൊച്ചുകുട്ടിയല്ലേ? ഉപ്പ എഴുന്നേറ്റിരിക്കുന്നു. നല്ല ക്ഷീണം. ഉമ്മയും ഉപ്പയും ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നു. കൊച്ചുമോൾ അത് കേട്ടു. വറക്കത്ത് ബിൻ നൗഫൽ, ഉമ്മായുടെ ബന്ധു. ആ ബന്ധു പറഞ്ഞ കാര്യങ്ങൾ, അതിനെ പറ്റിയാണ് സംസാരം. വറക്കത്ത് ബിൻ നൗഫൽ പ്രായം ചെന്നയാളാണ്. ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. മോൾ കണ്ടിട്ടുണ്ട്. പഴയ വേദങ്ങളൊക്കെ പഠിച്ച ആളാണത്രേ. വലിയ പണ്ഡിതൻ. കാണുമ്പോൾ ബഹുമാനം തോന്നും. വിവരമുള്ളവരെയും പ്രായം ചെന്നവരെയും ബഹുമാനിക്കണമെന്ന് ഉമ്മ പറയാറുണ്ട്. പണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്ന അതേ മലക്ക് തന്നെയാണ് താങ്കളുടെ അടുത്തും വന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഉമ്മ മെല്ലെ പറയുന്നു. മൂസാ നബി അലൈഹിസ്സലാം പണ്ടെന്നോ ജീവിച്ച നബിയാണ്. ആ നബിയുടെ അടുത്ത് മലക്ക് വന്നു. ആ മലക്ക് ഇപ്പോൾ ഉപ്പായുടെ അടുത്തും വന്നു എന്നല്ലേ ഉമ്മ പറയുന്നത്? എന്തിനാണ് വന്നത്? ഉപ്പ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഉമ്മ നന്നായി ആശ്വസിപ്പിക്കുന്നുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിലുള്ളവരെല്ലാം ഗൗരവം പൂണ്ടതുപോലെ. പഴയ കളിതമാശകളൊക്കെ എവിടെ പോയി? സൈനബി ഇത്താത്ത പറഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലായത്. ഉപ്പ ഈ ജനങ്ങളിലേക്കുള്ള നബിയാണ്. അള്ളാഹുവാണ് നബിയായി നിയോഗിച്ചത്. അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ വരുന്നുണ്ട്. മലക്കാണ് കൊണ്ടുവരുന്നത്. ആ മലക്കിന്റെ പേര് ജിബ്രീൽ. ഉമ്മായും ഇത്താത്തമാരും സംസാരിക്കുമ്പോൾ കൊച്ചുമോൾ അതിശയത്തോടെ കേട്ടുകൊണ്ടിരിക്കും. അള്ളാഹു തആല ഒരുപാട് നബിമാരെ അയച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് നല്ല മാർഗം കാണിച്ചു കൊടുക്കാനാണ് അവരൊക്കെ വന്നത്. അവരുടെ കൂട്ടത്തിലെ അവസാനത്തെ നബിയാണ് ഉപ്പ. കേട്ടപ്പോൾ മോൾക്ക് സന്തോഷം തോന്നി. പിന്നീട് ഉമ്മ പറഞ്ഞത് കേട്ടപ്പോൾ പേടി തോന്നി. അള്ളാഹുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വന്ന എല്ലാ നബിമാരെയും ജനങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപ്പയെയും ഉപദ്രവിക്കും. ഉപദ്രവം സഹിക്കവയ്യാതെ നാട് വിടേണ്ടി വന്നിട്ടുണ്ട്. ഉപ്പാക്ക് ഉപദ്രവം സഹിക്കേണ്ടി വരുമോ? അൽ അമീൻ എന്ന് വിളിച്ച സമൂഹം ഉപ്പായെ വെറുക്കുമോ? അങ്ങനെയൊരു കാലം വന്നാൽ മകൾ എന്ത് ചെയ്യും? അവൾക്കൊരൊത്തും പിടിയും കിട്ടുന്നില്ല. ദിവസങ്ങൾ നീങ്ങിയപ്പോൾ ഉപ്പായുടെ അസുഖം കുറഞ്ഞു. ഇപ്പോൾ ഇസ്ലാം ദീനിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഖദീജ. ഞാൻ ആരെയാണ് ക്ഷണിക്കേണ്ടത്? ആരാണ് എൻ്റെ ക്ഷണം സ്വീകരിക്കുക? എന്തൊരു ചോദ്യം, എന്തൊരു സ്വരം! ഉമ്മാക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഉമ്മ പ്രതികരിച്ചത് ഇങ്ങനെ: അങ്ങയുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു. ഖദീജ, സാക്ഷ്യം വഹിക്കൂ. ഉമ്മാക്ക് ഒന്നും ആലോചിക്കാനില്ല, ഒരാളോടും കൂടിയാലോചിക്കാനില്ല. ഉപ്പ ഒരു കാര്യം പറഞ്ഞാൽ ഉമ്മാക്ക് പൂർണ്ണ വിശ്വാസം. ഉമ്മ ധീരമായി പ്രഖ്യാപിച്ചു: അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിച്ചു കൊള്ളുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഉപ്പാക്ക് ആശ്വാസമായി.
ഇസ്ലാം മതത്തിലേക്ക് ഒരാളെ കിട്ടിയല്ലോ. ഞങ്ങൾ മക്കൾ 4 പേർ, ഞങ്ങളും ഉമ്മയെപ്പോലെ തന്നെയാണ്. ഞങ്ങൾക്കും ഉപ്പായെ പൂർണ്ണ വിശ്വാസം. ഉപ്പ നബിയാണ്, നബിയാക്കി വെച്ചത് അള്ളാഹു തന്നെ. ഉമ്മായുടെ കൂട്ടുകാരി വരുന്നുണ്ട്. വന്നാൽ ഒരു സ്നേഹപ്രകടനമുണ്ട്. ഈ മോളെ വന്ന് കോരിയെടുക്കും, മുത്തം തരും. പിന്നെ കുറെ കിന്നാര വർത്തമാനങ്ങൾ. ഉമ്മുൽ ഫളിൽ, അതാണ് ഉമ്മായുടെ കൂട്ടുകാരിയുടെ പേര്. കൂട്ടുകാരി മാത്രമല്ല, ബന്ധു കൂടിയാണ്. വല്ലിപ്പായുടെ ഭാര്യയാണ്. അബ്ബാസ് എന്നാണ് വല്ലിപ്പായുടെ പേര്. യഥാർത്ഥ വല്ലിപ്പയുടെ പേര് അബ്ദുള്ള എന്നേ മരണപ്പെട്ടു. ഉപ്പ പോലും കണ്ടിട്ടില്ല. ആ വല്ലിപ്പായുടെ സഹോദരനാണ് അബ്ബാസ്. ഉപ്പയേക്കാൾ അല്പം പ്രായം കൂടും. ഉമ്മുൽ ഫളിലിന്റെ ആദ്യത്തെ പേര് ലുബാബ. അൽ ഫളിൽ എന്ന കുട്ടി ജനിച്ച ശേഷം ഉമ്മുൽ ഫളിൽ എന്ന പേര് കിട്ടി. മറ്റൊരു വല്ലിപ്പയുണ്ട്. ആള് ഗജ പോക്കിരിയാണ്, മഹാധീരൻ, ആരെയും പേടിയില്ല. ഇടയ്ക്കിടെ കയറി വരും. ഉപ്പായുടെ സമപ്രായക്കാരൻ, കൂട്ടുകാരെ പോലെയാണവർ. ആ വല്ലിപ്പയുടെ പേര് കേൾക്കേണ്ടേ? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു എന്നവരുടെ ഭാര്യയുടെ പേര് പറഞ്ഞു തരാം, സെൽമ. സെൽമ എന്ന വല്ലുമ്മയെ മോൾക്ക് ഇഷ്ടമാണ്. നല്ല നിറം, കാണാനെന്ത് ഭംഗി. ഇനിയൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ഉമ്മുൽ ഫളിലും സെൽമായും സഹോദരിമാരാണ്. രണ്ടാളും ഉമ്മയുടെ കൂട്ടുകാർ. 3 പേരും കൂടിയിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങിയാൽ സമയം പോകുന്നതറിയുകയേയില്ല. ഉമ്മുൽ ഫളിൽ, വല്യുമ്മ ഇങ്ങെത്തിയല്ലോ. മോളെ വാരിയെടുത്ത് എന്തൊരു സ്നേഹപ്രകടനം. പൊന്നുമോളെ ഫാത്തിമ കുട്ടി. ഉമ്മുൽ ഫളിൽ ഉമ്മയോട് ചേർന്നിരുന്നു. എന്നിട്ട് പലതും സംസാരിച്ചു. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു, ഞാനിത് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. ഉമ്മ ദൃഢസ്വരത്തിൽ പറഞ്ഞു. ഞാനും അത് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഭർത്താവ് ഈ ജനതയുടെ പ്രവാചകനാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്നാൽ പിന്നെ നിനക്കും സാക്ഷ്യം വഹിച്ചുകൂടെ? സാക്ഷ്യം വഹിക്കാം. ഏതാനും ദിവസത്തിനുള്ളിൽ ഞാനത് നിർവഹിച്ചു കൊള്ളാം. മോൾക്ക് സന്തോഷമായി. ആ വല്യമ്മയും ഉമ്മയെ പോലെ ചെയ്യട്ടെ. പ്രഭാതം. മക്കയിലാകെ വെളിച്ചം പരന്നു. കിഴക്കൻ മലകൾക്കപ്പുറത്ത് നിന്ന് സൂര്യൻ ഉയർന്നു വരുന്നതേയുള്ളൂ. ഖദീജ റളിയല്ലാഹു അൻഹു കൊച്ചുമകളെ വിളിച്ചുണർത്തി മുഖം കഴുകിക്കൊടുത്തു. മോളെ, അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കണം. അതൊരു ശീലമാക്കണം. ഇത്താത്തമാരൊക്കെ നേരത്തെ ഉണരും. മരുഭൂമിയിലെ പ്രഭാതം, അതിനെന്തൊരു ഭംഗി. ഒട്ടകക്കൂട്ടങ്ങൾ എല്ലാം ഉമ്മയുടെ വകയാണ്. അവ പ്രഭാതത്തെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല ഉത്സാഹം. കാലുകൾ ചലിപ്പിക്കുന്നു, തലയാട്ടുന്നു. വേലക്കാർ അവയ്ക്ക് വെള്ളം തീറ്റയും കൊടുക്കുന്നു. ഒട്ടകങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുന്ന 2 ബാലന്മാർ, മിടുമിടുക്കന്മാർ, ബുദ്ധിയുള്ള കുട്ടികൾ, നല്ല ആരോഗ്യവും. അവർ വെറുതെ ഇരിക്കാറില്ല. മടിയും അലസതയും അവർക്കറിയില്ല. മരുഭൂമിയിലൂടെ നല്ല വേഗതയിലോടും. ആ ഓട്ടം കാണാൻ തന്നെ നല്ല രസം. മോൾ ആ ബാലന്മാരുടെ ഓട്ടവും ചാട്ടവും നോക്കി നിന്ന് ആസ്വദിച്ചു. അവരെ പരിചയപ്പെടേണ്ടേ? കഴിഞ്ഞ ഭാഗത്തിൽ 2 വല്ലിപ്പമാരെ പരിചയപ്പെട്ടുവല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വല്ലിപ്പമാർ, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. മറ്റൊരു വല്ലിപ്പയുടെ പേര് കൂടി പറയാം, അബൂ ത്വാലിബ്. അദ്ദേഹത്തിന്റെ ഓമന മകനാണ് അലി. അലി ഈ വീട്ടിലാണ് താമസം. ഉപ്പ ചെറുപ്പത്തിലേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വളർത്തിയതാണ്. ഉമ്മാക്കും അലിയെ വലിയ ഇഷ്ടമാണ്. അലിയുടെ കുസൃതികൾ പലപ്പോഴും ചിരിക്കു വക നൽകും. വാചാലമായി സംസാരിക്കും. ഒരു കുട്ടിയെ പരിചയപ്പെട്ടല്ലോ. ഇനി മറ്റേ കുട്ടിയെ കുറിച്ച് പറയാം. സെയ്ദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ദൂരെ എവിടെയാണ് വീട്. കുട്ടിയായിരിക്കുമ്പോൾ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി അടിമയാക്കി ഉക്കാള് ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെച്ചു. അന്ന് അടിമകളെ വാങ്ങാൻ വേണ്ടി വന്ന ഹക്കീം എന്നൊരാൾ ചന്തയിൽ പോയിരുന്നു. ആരാണ് ഹക്കീം എന്നല്ലേ പറഞ്ഞു തരാം. ഫാത്തിമ മകളുടെ ഉമ്മായുടെ പേര് ഖദീജ. അവരുടെ ഉപ്പായുടെ പേര് ഹുവൈലിദ്. ഹുവൈലിദിന്റെ മകനാണ് ഹസാം. എന്ന് വെച്ചാൽ ഹസാം എന്ന ആൾ ഖദീജയുടെ സഹോദരൻ. ആ ഹസാമിന്റെ മകനാണ് ഹക്കീം. ഇപ്പോൾ ഹക്കീമിനെ മനസ്സിലായല്ലോ. ഹക്കീം കുറെ അടിമകളെ വാങ്ങി, യുവാക്കളും കുട്ടികളും. അതിനിടയിൽ സെയ്ദിനെ കണ്ടപ്പോൾ ഹക്കീമിന് ഇഷ്ടമായി. എന്ത് വില വേണം? വില പറഞ്ഞു വിലപേശി ഒടുവിൽ 400 ദിർഹമിന് ഉറപ്പിച്ചു. അടിമകളെയും കൊണ്ട് ഹക്കീം മടങ്ങിപ്പോയി. ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ സഹോദരപുത്രനെ കാണാൻ ചെന്നു. അമ്മായി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരടിമയെ എടുത്തോളൂ, എന്റെ വക ഒരു സമ്മാനമാണത്. ഖദീജ റളിയല്ലാഹു അൻഹ അടിമകളെയെല്ലാം നോക്കി, എനിക്കിതു മതി, കൊണ്ടുപോയിക്കൊള്ളൂ. സെയ്ദ് അങ്ങനെയാണ് ഈ വീട്ടിലെത്തിയത്. അക്കാലത്താണ് ഉപ്പ ഉമ്മയെ വിവാഹം ചെയ്തത്. ഉമ്മാക്ക് ഒരാഗ്രഹം, ഉപ്പാക്ക് ഒരു സമ്മാനം കൊടുക്കണം. എന്താണ് സമ്മാനമായി നൽകിയത്? സെയ്ദ് എന്ന അടിമക്കുട്ടിയെ. ഉമ്മ സെയ്ദിനോട് ഒരു മകനോടൊന്ന പോലെ പെരുമാറി. ഉപ്പ അതിനേക്കാൾ സ്നേഹം നൽകി. ആളുകൾ മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്ന് വിളിക്കാൻ തുടങ്ങി. സെയ്ദിന്റെ യഥാർത്ഥ പിതാവ് ഗോത്രത്തലവനും ധനികനുമായ ഹാരിസായിരുന്നു.
ഹാരിസ് മകനെ അന്വേഷിച്ച് നാടാകെ കറങ്ങി വളരെ കാലം തിരഞ്ഞു നടന്നു മക്കയിലെത്തി ഒടുവിൽ ഈ വീട്ടിലുമെത്തി. എന്റെ മകനെ വിട്ടുതരണം, എത്ര പണം വേണമെങ്കിലും തരാം. ഫാത്തിമ മോളുടെ ഉപ്പയോട് ഹാരിസ് പറഞ്ഞു, പണം വേണ്ട, നിങ്ങൾക്ക് അവനെ വിട്ടുതരാം, ഞാൻ നിർബന്ധിക്കില്ല, അവന് ഇഷ്ടമാണെങ്കിൽ വന്നോട്ടെ. ഉപ്പ പറഞ്ഞത് അങ്ങനെയായിരുന്നു. ഹാരിസ് മകനോട് കൂടെ പോരാൻ ആവശ്യപ്പെട്ടു. ഞാൻ വരില്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിച്ചു കൊള്ളാം. അതായിരുന്നു സെയ്ദിന്റെ മറുപടി. നിങ്ങൾക്ക് മകനെ കാണാൻ വേണ്ടി ഇവിടെ വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാരിസ് എന്ന പിതാവിനെ ആശ്വസിപ്പിച്ചു. സെയ്ദ് ഈ വീട്ടിലാണ് വളർന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ആളിനെയും പരിചയപ്പെട്ടുവല്ലോ. അലിയേക്കാൾ മൂത്തതാണ് സെയ്ദ്. അവരും ഈ വീട്ടിലെ അംഗങ്ങൾ തന്നെയാണ്. ആൺമക്കളില്ലാത്ത ഈ വീട്ടിൽ അലിക്കും സെയ്ദിനും ഉയർന്ന സ്ഥാനമാണുള്ളത്. വീട്ടുജോലികളിൽ സഹായിക്കും, പണിയെടുക്കാൻ ഒരു മടിയുമില്ല. ഒട്ടകപ്പുറത്ത് കയറി സഞ്ചരിക്കും, ഈത്തപ്പന മരങ്ങളിൽ കയറും. ഈയിടെയായി അവരുടെ മുഖത്തും ഗൗരവഭാവം. ഈ ലോകത്തിനൊരു നാഥനുണ്ടെന്ന് അവരും അറിഞ്ഞു. മുഹമ്മദ് എന്ന പിതാവ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് അവരും കേട്ടു. അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തെ കുറിച്ച് അന്വേഷിച്ചു. ഉപ്പ അലിക്ക് ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കേട്ടു. കേട്ടുകഴിഞ്ഞപ്പോൾ വലിയ ആവേശം. അടുത്ത ദിവസം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തി അലി റളിയല്ലാഹു അൻഹു ആണ്. സെയ്ദ് വീട്ടിൽ നടക്കുന്ന സംഭാഷണങ്ങൾ കേൾക്കുന്നു. അലിയെ പോലെ തനിക്കും ഇസ്ലാം മതം സ്വീകരിക്കണം സെയ്ദ് തീരുമാനിച്ചു. തീരുമാനം ഉപ്പയറിഞ്ഞു. പിന്നെന്ത് താമസം? അല്ലാഹുവല്ലാതെ ഒരിലാഹില്ലെന്നും മുഹമ്മദ് റസൂലുള്ളാഹി അവന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സെയ്ദിന്റെ പ്രഖ്യാപനവും വന്നു. ഉപ്പായുടെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇടയ്ക്കിടെ വീട്ടിൽ വരും. ഉപ്പായുമായി വളരെ നേരം സംസാരിച്ചിരിക്കും. മക്കളോടൊക്കെ വലിയ ഇഷ്ടം. വലിയ കച്ചവടക്കാരനാണ്. ഇടയ്ക്കിടെ യാത്ര ചെയ്യും. മടങ്ങി വന്നാലുടനെ ഉപ്പയെ കാണാനെത്തും. ഒരു ദിവസം മോളൊരു വിവരം കേട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. കേട്ടപ്പോൾ ഫാത്തിമ മോൾക്ക് വളരെ സന്തോഷം തോന്നി. പതിവ് പോലെ ഉമ്മുൽ ഫളൽ വന്നു കയറിയാൽ ഉമ്മയുമായി സംസാരം തുടങ്ങും. ഇന്നെന്താ മുഖത്തു വല്ലാത്ത ഗൗരവം? ഇന്നെന്താ ഈ മോളോട് കിന്നാരം ചൊല്ലാൻ വരാത്തത്? മോളെ നോക്കി ഒന്ന് ചിരിച്ചു, അത്ര തന്നെ. ഉമ്മയുടെ ശബ്ദം കേട്ടു മോൾ ശ്രദ്ധിച്ചു. ഉമ്മുൽ ഫളൽ, എനിക്ക് ശേഷം ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആദ്യത്തെ സ്ത്രീയാണ് നീ. ആ പദവി നിനക്കുള്ളതാണ്. നിനക്ക് തന്നെയാണത് ലഭിക്കേണ്ടത്. ഓ, അപ്പോൾ അതാണ് കാര്യം. മോൾക്ക് പിടികിട്ടി. ഇസ്ലാം മതം സ്വീകരിക്കാൻ ഒരുങ്ങി വന്നതാണ്. നല്ല കാര്യം തന്നെ. ഉമ്മായും ഉമ്മു ഫളിലും ഉപ്പായുടെ സമീപത്തേക്ക് നടന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതത്തിൽ പ്രവേശിച്ചു. അപ്പോ ഉമ്മയുടെ മുഖത്തെ സന്തോഷം കാണേണ്ടത് തന്നെ. ഫാത്തിമ മോൾക്ക് നല്ല പരിചയമുള്ള ആളുകളാണ് ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ പേരുകളും ഓർത്തു പറയാൻ മോൾക്ക് കഴിയും. മോളുടെ ഇത്താത്തമാരെ കുറിച്ച് കേൾക്കേണ്ടേ? മൂത്ത ഇത്താത്ത സൈനബ് റളിയല്ലാഹു അൻഹ. കാണാൻ എന്തു ഭംഗിയാണ്, നല്ല സ്വഭാവം, എല്ലാവരും ഇഷ്ടപ്പെടും. ഇടയ്ക്കിടെ വീട്ടിൽ വരുന്ന ഒരാളുണ്ട്, പേര് ഹാല. ഉമ്മായുടെ സഹോദരിയാണ് ഹാല. അവരുടെ മകനാണ് അബുൽ ആസ്. ഹാലയ്ക്ക് മനസ്സിലൊരാഗ്രഹം, തന്റെ മകൻ സൈനബിനെ വിവാഹം ചെയ്യണം. ഒരു ദിവസം ഹാല വന്നു. ഉമ്മയെയും ബാപ്പയെയും കണ്ടു. വിവാഹക്കാര്യം പറഞ്ഞു. ഉമ്മാക്കും ഉപ്പാക്കും ഹാലയെ വളരെ ഇഷ്ടമാണ്. ഹാലയുടെ മകനെയും ഇഷ്ടമാണ്. അതുകൊണ്ട് വിവാഹത്തിന് ആരും എതിരില്ല. എല്ലാവർക്കും സന്തോഷമേയുള്ളൂ. ഈ വീട്ടിൽ നടന്ന ആദ്യത്തെ കല്യാണം. ബന്ധുക്കളൊക്കെ വന്നു. നാട്ടുകാരും അയൽക്കാരും വന്നു. സൈനബ് ഇത്താത്ത അബുൽ ആസിന്റെ ഭാര്യയായി. അബുല്ലാസിന് ഭാര്യയെ വളരെ ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടെ രണ്ടുപേരും വീട്ടിൽ വരും. വന്നാൽ എല്ലാവരും കൂടി സ്നേഹപൂർവ്വം സ്വീകരിക്കും. ഒരിക്കൽ അബുല്ലാസ് കച്ചവടത്തിനു വേണ്ടി ദൂരെ നാട്ടിലെവിടെയോ പോയി. ആഴ്ചകളോളം വീട്ടിലില്ല. അപ്പോഴാണ് ഉപ്പ ഇസ്ലാം മത പ്രചരണം തുടങ്ങിയത്. ഇത്താത്ത ഉമ്മയിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അവരുടെ മനസ്സിൽ ഈമാനിന്റെ പ്രകാശം. ഭർത്താവ് മടങ്ങി വരുന്നൊന്നും ഇത്താത്ത കാത്തുനിന്നില്ല. ഇസ്ലാം മതം സ്വീകരിച്ചു സൈനബ് ഇത്താത്ത. ഇതാണ് മൂത്ത ഇത്താത്തയുടെ കഥ. ഇനി ചെറിയ ഇത്താത്തമാരുടെ കഥ കേട്ടുകോളൂ. ഒരിക്കൽ അബൂ ത്വാലിബ് വീട്ടിൽ വന്നു. മോളുടെ വല്ലുപ്പയാണ് അബൂ ത്വാലിബ് എന്നറിയാമല്ലോ. മറ്റൊരു വല്ലുപ്പയാണ് അബൂലഹബ്. അബൂലഹബിന് രണ്ടാൺമക്കളുണ്ട്, ഉത്തുബയും ഉത്തൈബയും. ഇവരെ കൊണ്ട് ഇത്താത്തമാരെ വിവാഹം ചെയ്യിക്കണം. അത് പറയാനാണ് അബൂ ത്വാലിബ് വന്നത്. അബൂ ത്വാലിബാണ് ഉപ്പാനെ സംരക്ഷിച്ചത്. അദ്ദേഹം പറഞ്ഞാൽ ഉപ്പാക്ക് എതിർക്കാൻ കഴിയില്ല. സമ്മതിച്ചു. അക്കാലത്ത് ഇത്താത്തമാർ വളരെ ചെറുതാണ്. എന്നിട്ടും വിവാഹം നടന്നു. അബൂലഹബിന്റെ ഭാര്യയുടെ പേര് ഉമ്മു ജമീൽ എന്നായിരുന്നു. അവർ ചീത്ത സ്ത്രീയായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അബൂലഹബും ഭാര്യയും കഠിന ശത്രുക്കളായി മാറി. ഖുറൈശികൾ അബൂലഹബിനെ ഇങ്ങനെ ഉപദേശിച്ചു: ഉത്തുബയും ഉത്തൈബയും മുഹമ്മദിന്റെ പെൺമക്കളെ വിവാഹമോചനം നടത്തണം. അബൂലഹബ് പുത്രന്മാരോട് അവരുടെ ഭാര്യമാരെ വിവാഹമോചനം നടത്താൻ നിർബന്ധിച്ചു. അങ്ങനെ വിവാഹമോചനം നടന്നു. ബാല്യദശയിൽ തന്നെ ഇതൊക്കെ നടന്നു. വലിയ ഇത്താത്തമാർ മോളുടെ കൂടെ തന്നെയുണ്ട്. ഖുറൈശികൾ ഉപ്പായുടെ ശത്രുക്കളായി മാറി. ജീവിതം ദുസ്സഹമായി തീർന്നു. ഇസ്ലാം മതം വിശ്വസിച്ചവർക്ക് ക്രൂരമർദ്ദനം. മർദ്ദനത്തിന്റെ വിവരണം കേട്ട് പൊന്നുമോളുടെ കൊച്ചു മനസ്സ് വേദനിച്ചു. ദുഷ്ടന്മാർ എന്ത് ക്രൂരതയാണ്! മോൾക്ക് കോപം വന്നു. പരീക്ഷണങ്ങൾ നിറഞ്ഞ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെ മോൾ വളർന്നു. ഇസ്ലാമിന്റെ പ്രകാശത്തിലാണ് മോൾ വളർന്നത്. ശിർക്കിന്റെ ഒരംശവും മോളെ സ്പർശിച്ചിട്ടില്ല. പക്വത വന്ന സ്ത്രീയെ പോലെയാണ് മോളുടെ പെരുമാറ്റം, ബുദ്ധിപരമായ സംസാരം. ഉപ്പായെ മോൾ ആശ്വസിപ്പിക്കും, ഉമ്മ മക്കളെ ആശ്വസിപ്പിക്കും പോലെ. മോളുടെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം നടന്നു. കഅബയുടെ സമീപത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നു. കുറച്ചകലെ ഖുറൈശി പ്രമുഖന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഷൈബത്ത് ബിനു റബീഅ, അബൂജഹൽ, ഉഖബത്ത് ബിനു അബി മുഅയ്ത്ത്, ഉമയ്യത്ത് ബിനു ഖലഫ് ഇവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. നോക്കൂ, മുഹമ്മദ് നിസ്കരിക്കുന്നു. ഒരാൾ പറഞ്ഞു, അവനെ ഒരു പാഠം പഠിപ്പിക്കണം, അതിനു പറ്റിയ സന്ദർഭമാണിത്. അതാ അവിടെ ഒരൊട്ടകത്തിന്റെ കുടൽമാല കിടന്ന് ചീഞ്ഞ് ദുർഗന്ധം വരുന്നുണ്ട്. നല്ല ഭാരവും കാണും. അത് വലിച്ചു കൊണ്ടുവന്ന് മുഹമ്മദിന്റെ കഴുത്തിലിടണം. സുജൂദ് ചെയ്യുമ്പോൾ കഴുത്തിലിടണം. തല ഉയർത്താൻ കഴിയില്ല. കാണാൻ നല്ല രസമായിരിക്കും. ആരാണ് ചെയ്യുക? അബൂജഹൽ ചോദിച്ചു. ചോദ്യം കേട്ട് ഉഖബത്ത് ബിനു അബി മുഅയ്ത്ത് ആവേശഭരിതനായി ചാടി എണീറ്റ് വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെയാ അത് ചെയ്യും. ഉഖബത്ത് ഓടിപ്പോയി ദുർഗന്ധം വമിക്കുന്ന ഒട്ടകക്കുടൽ വലിച്ചു കൊണ്ടുവന്നു. എന്തൊരു ഭാരം! വല്ലാത്ത ദുർഗന്ധം കാരണം ആളുകൾ മൂക്കുപൊത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം സർവശക്തനിൽ സമർപ്പിച്ചുള്ള നിസ്കാരത്തിലാണ്. സുജൂദിലേക്ക് പോയി. ഉഖബത്ത് ഒട്ടകത്തിന്റെ കുടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലേക്ക് വലിച്ചിട്ടു. എന്തൊരു ഭാരം! തല അനക്കാൻ പറ്റുന്നില്ല, എടുത്തു മാറ്റാനും കഴിയുന്നില്ല. ആരെങ്കിലും സഹായിച്ചാലേ പറ്റുകയുള്ളൂ. പൊട്ടിച്ചിരിയാണ് കേൾക്കുന്നത്. അബൂജഹലും കൂട്ടരും ആർത്ത് ചിരിക്കുന്നു. ഉഖബത്തിന് ഒരു സാഹസികന്റെ ഭാവം. ആരും വന്നില്ലല്ലോ, എന്തു ചെയ്യും? ദുർഗന്ധം സഹിക്കാനാവുന്നില്ല. കുടലിൽ നിന്നുള്ള നീര് ശരീരത്തിൽ പടരുന്നു. സഹിക്കാനാവുന്നില്ല. എന്തൊരു പരീക്ഷണം എൻ്റെ റബ്ബേ! ആരോ കുടലിൽ പിടിച്ചു വലിക്കുന്നുണ്ട്. നീങ്ങുന്നില്ല. 2 കൊച്ചു കൈകൾ ശരീരത്തിൽ സ്പർശിക്കുന്നു. ഫാത്തിമ മോളുടെ കൈകളാണോ? ഈ ഭാരം കൂടിയ കുടൽ വലിച്ചു നീക്കാൻ ഈ കൊച്ചു കൈകൾക്കാവുമോ? കുടൽ മെല്ലെ നീങ്ങുന്നു. ശരീരത്തിലൂടെ അത് വഴുതി വീണു. ഉപ്പാ, എൻ്റെ ഉപ്പാ! മോൾ ഉറക്കെ നിലവിളിക്കുകയാണ്. ഉപ്പായെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ ഈ ക്രൂരത കാണിച്ചല്ലോ. ഫാത്തിമ മോൾ ഖുറൈശികളുടെ നേരെ കൈചൂണ്ടി വിളിച്ചു പറഞ്ഞു. മോൾ അവരെ ശപിച്ചു, ശകാരിച്ചു. മോൾ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു ഉപ്പയുടെ ശരീരം കഴുകി വൃത്തിയാക്കി. അപ്പോഴെല്ലാം തേങ്ങിക്കരയുകയായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ക്രൂരന്മാരുടെ പൊട്ടിച്ചിരി തുടരുകയാണ്. ഉപ്പായുടെ മനസ്സിളകിപ്പോയിരിക്കുന്നു. സഹിക്കാനാവാത്ത ക്രൂരതയായിപ്പോയി. നിസ്കാരശേഷം അവർക്കെതിരെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ ക്രൂരന്മാരുടെ കാര്യം ഞാൻ നിന്നിലേൽപ്പിക്കുന്നു. അല്ലാഹുമ്മ അലൈക ബി ശൈബത്ത് ബിൻ റബീഅ, അല്ലാഹുമ്മ അലൈക ബി അബി ജഹൽ, അല്ലാഹുമ്മ അലൈക ബി ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത്, അല്ലാഹുമ്മ അലൈക ബി ഉമയ്യത്ത് ബിൻ ഖലഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ് കേട്ടത്. ഖുറൈശി പ്രമുഖർ ഈ ദുആ കേട്ട് നടുങ്ങിപ്പോയി. അവരുടെ ചിരിയടങ്ങി, മനസ്സിൽ ഭയം നിറഞ്ഞു. ഇവിടെ പേരെടുത്തു പറഞ്ഞ എല്ലാവരും ബദർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. മോൾ ഉപ്പായുടെ കൈപിടിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഫാത്തിമ മോളുടെ പ്രവൃത്തി ഉമ്മയെയും ഈ താത്തമാരെയും അത്ഭുതപ്പെടുത്തി. വലിയ ക്രൂരതകൾ വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയായി അവർ ഈ സംഭവം കണ്ടു. പലരും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വളരെ രഹസ്യമായാണ്. ഖുറൈശികൾ മർദ്ദനവും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധനികനായ കച്ചവടക്കാരനാണ്, സുന്ദരനായ ചെറുപ്പക്കാരൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ് ഇസ്ലാം മതത്തെ കുറിച്ചറിഞ്ഞത്. രണ്ടുപേരും ഉപ്പായെ കാണാൻ വന്നു സംസാരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ ക്രൂരമായി മർദ്ദിച്ചു. രാവും പകലും പീഡനം. എങ്ങനെയോ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് എപ്പോഴോ മോൾ ഒരു സംസാരം കേട്ടു, വിവാഹത്തെക്കുറിച്ചുള്ള സംസാരം. നന്നായി ശ്രദ്ധിച്ചു. ഇത്താത്തയെ കെട്ടിക്കാൻ പോകുന്നു, റുഖയ്യ ഇത്താത്തയെ. കൊള്ളാമല്ലോ, ആരാണാവോ പുതിയ പിള, അതൊന്നറിയണമല്ലോ, ഉമ്മയോട് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സുന്ദരിയായ ഇത്താത്തക്ക് സുന്ദരൻ പുതിയ പിള, നല്ല ചേർച്ച. രണ്ടുപേരും കൂടി ഒന്നിച്ചു നിന്നാൽ അത് കാണേണ്ട കാഴ്ച തന്നെ.
വീട്ടിൽ അടക്കി പിടിച്ച സംസാരം. ഖുറൈശികൾ ഈ വിവാഹം ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വിവാഹം വളരെ ലളിതമായി മതി, അധികമാരും അറിയേണ്ട. ചുറ്റുപാട് വളരെ മോശം. വിവാഹം നടന്നു, വിവരം പുറത്തായി. ഖുറൈശികൾ ക്ഷുഭിതരായി. വധൂവരന്മാരുടെ ജീവനു നേരെ വെല്ലുവിളി. എന്തും സംഭവിക്കാം. ദുഃഖം തളം കെട്ടിയ മുഖം, കണ്ണുകൾ നിറയുന്നു. മോൾക്ക് സഹിക്കാനായില്ല. മോളുടെ കണ്ണുകളും നിറഞ്ഞു. മോൾ ഉമ്മയെ കെട്ടിപ്പുണർന്നു. ഉമ്മ എന്തിനാണ് കരയുന്നത്? മോളെ, മോളുടെ ഇത്താത്ത പോവുകയാണ്. എങ്ങോട്ട്? കടലിനക്കരെ നാട്ടിലേക്ക്. എന്തിനാണുമ്മ പോവുന്നത്? ശത്രുക്കളല്ലേ ചുറ്റും, അവരെന്തും ചെയ്യും. ഇത് കേട്ടാൽ പിന്നെ മോൾക്ക് വിശപ്പില്ല, ഉറക്കമില്ല, ഒരേ ചിന്ത. റുഖയ്യ ഇത്താത്തയും ഭർത്താവും നാട് വിട്ടു പോകുന്നു. ആരും അറിയാതെ പോവണം, ഇരുട്ടത്ത് പോകണം. ഖുറൈശികൾ അറിഞ്ഞാൽ ഓർക്കാൻ വയ്യ. നേരെ മുമ്പിൽ ഇത്താത്ത. റുഖയ്യ ഇത്താത്ത. മോൾ ദയനീയമായി വിളിച്ചു, പൊന്നുമോളെ. സഹോദരിമാർ കെട്ടിപ്പിടിച്ച് കരയുന്നു. കവിളോട് ചേർന്നു. കണ്ണീർ കൂടിക്കലർന്നു, പിന്നെ വേർപെട്ടു. ഉപ്പയും ഉമ്മയും കണ്ണീരൊഴുക്കുന്നു. ഉമ്മു കുൽസൂമിന്റെ കണ്ണീരിൽ മുങ്ങിയ മുഖം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ ഇത്താത്തയുടെ കൈപിടിച്ച് ഇരുട്ട് വീണ വഴിയിലേക്ക് ഇറങ്ങി. അവർ നടന്നു. 2 രൂപങ്ങൾ അകന്നകന്നു പോയി. അവർ ഇരുട്ടത്ത് അപ്രത്യക്ഷമായി. മോളുടെ മനസ്സിളകി മറിഞ്ഞു. കണ്ണീരും നെടുവീർപ്പും, ദുഃഖം നിറഞ്ഞ ദിവസങ്ങൾ. വീട്ടിലാകെ മൂകത തളം കെട്ടി നിൽക്കുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ച അടിമകൾ ഓടിക്കയറി വരും, നിലവിളിച്ചു കൊണ്ടുവരും. മേലാകെ അടികൊണ്ട പാടുകൾ, മുറിവുകൾ, നീറ്റൽ. സൃഷ്ടാവായ അള്ളാഹുവിങ്കൽ വിശ്വസിച്ചു. മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ചു. അതിന് കിട്ടിയ ശിക്ഷ കടുകടുപ്പം തന്നെയാണ്. ഉമ്മ അവരെ ആശ്വസിപ്പിക്കുന്നു. മരുന്ന് വെച്ച് മുറിവ് കെട്ടിക്കൊടുക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഉമ്മയെ കാണുമ്പോൾ തന്നെ അവർക്ക് ആശ്വാസം. ഇസ്ലാം മതം സ്വീകരിച്ച അടിമകൾക്കെല്ലാം അവർ ഉമ്മ തന്നെ. ഏറെ അകലെയല്ല ഉമ്മുൽ ഫളിലിന്റെ വീട്. ആ വീടും സത്യവിശ്വാസം സ്വീകരിച്ച അടിമകളുടെ അഭയ കേന്ദ്രമാകുന്നു. കരഞ്ഞുകൊണ്ട് ഓടി കിതച്ചു വരുന്ന അടിമകളുടെ മുഖത്തേക്ക് ഫാത്തിമ മോൾ അമ്പരപ്പോടെ നോൽക്കുന്നു. എന്തൊരു കാഴ്ച! ഉമ്മ ഇടയ്ക്കിടെ അവരുടെ ഇത്താത്തയെക്കുറിച്ചും പറയും, കണ്ണീരൊഴുക്കും. ഒരു ദിവസം ഉമ്മ ഉപ്പയോട് പറയുന്നത് കേട്ടു. അബസീനായിൽ നിന്ന് കപ്പൽ വരുന്ന ദിവസമാണ്. അവിടെ നിന്ന് വരുന്ന ആരോടെങ്കിലും ഉസ്മാനെ കണ്ടിരുന്നോ എന്നൊന്ന് ചോദിക്കൂ. ഉപ്പ വീട്ടിൽ നിന്നിറങ്ങി കപ്പലിറങ്ങി വരുന്ന ആരെങ്കിലും വഴിയിലുണ്ടോ എന്ന് നോക്കാൻ കുറേ ദൂരം സഞ്ചരിച്ചു. മക്കയിലേക്ക് വരുന്ന ചില സഞ്ചാരികളെ കണ്ടു. അവരോടും സംസാരിച്ചു. ഉസ്മാനും ഭാര്യയും സുഖമായി ജീവിക്കുന്നു എന്ന വിവരം കിട്ടി. പിന്നെയൊട്ടും താമസിച്ചില്ല. വീട്ടിലേക്ക് ധൃതി പിടിച്ചു നടന്നു, സന്തോഷവാർത്ത ഭാര്യയെയും മക്കളെയും അറിയിക്കാൻ. ഇനി മറ്റൊരു സംഭവം പറയാം. ബഹിഷ്കരണം. മക്ക പട്ടണത്തിൽ നിന്നുള്ള ബഹിഷ്കരണം. ആരും കണ്ടാൽ മിണ്ടില്ല, കണ്ട ഭാവമില്ല, ഒരു സാധനം തരില്ല, കൊടുത്താൽ വാങ്ങില്ല. എവിടെയും വെറുപ്പിന്റെയും അവജ്ഞയുടെയും നോട്ടം. മക്കയിൽ ഒറ്റപ്പെട്ടുപോയി ഉപ്പായും ഉമ്മായും അടുത്ത ബന്ധുക്കളും. അവർക്കാണ് ഈ അനുഭവം. കയ്യിൽ പണമുണ്ടായിട്ടും കാര്യമില്ല, ആരും ഒന്നും തരില്ല, പച്ചവെള്ളം പോലും. ബഹിഷ്കരിച്ചവരുടെ മുഖം കാണേണ്ട, ജനക്കൂട്ടത്തിൽ നിന്ന് അകന്ന് താമസിക്കാം. ഇതിനേക്കാൾ ഭേദം അതാണ്. മലഞ്ചെരുവിലേക്ക് മാറി താമസിച്ചു. താൽക്കാലിക തമ്പുകളിൽ കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ തീർന്നപ്പോൾ പട്ടിണിയായി. മലഞ്ചെരുവിൽ പട്ടിണിയാണെന്ന് പട്ടണത്തിലുള്ള ചിലർ അറിഞ്ഞു. അവർ ഭക്ഷണവുമായി പുറപ്പെട്ടു. അവരെ ഖുറൈശികൾ വഴിയിൽ തടഞ്ഞു. ചിലർ രാത്രിയിൽ രഹസ്യമായി വന്നു ഭക്ഷണ പൊതികൾ നൽകി. ഫാത്തിമ മോൾ എല്ലാം അനുഭവിക്കുകയാണ്. എന്തൊരു പരീക്ഷണം! എന്നാണിത് അവസാനിക്കുക? മോൾക്കറിയില്ല. മോളുടെ മുഖം വാടി. ഉമ്മ ബാപ്പമാർക്ക് വെപ്രാളമായ ഉമ്മു കുൽസൂം ഇത്താത്തയും ക്ഷീണിച്ചു. മാസങ്ങൾ കടന്നുപോയി. ഉമ്മായും ക്ഷീണിച്ചു. അബൂ ത്വാലിബ് വല്ലിപ്പായുടെ തണലിൽ കഴിഞ്ഞുകൂടുന്നു. ദാഹിച്ചും വിശന്നും മനുഷ്യരെല്ലാം വലഞ്ഞു. ശരീരം മെലിഞ്ഞു. മിക്ക ദിവസവും പട്ടിണി. മലഞ്ചെരുവിൽ വളരുന്ന ചില ചെടികളുടെ ഇലകൾ വരെ ഭക്ഷിച്ചു. കത്തിപ്പടരുന്ന വെയിലിൽ വല്ലാത്ത ചൂട്. ഉമ്മ ക്ഷീണിച്ചു, അവശയായി. രോഗം ബാധിച്ചു. നടക്കാൻ പോലും പ്രയാസം. കൊല്ലങ്ങൾ കടന്നുപോയി. കുറേ നല്ല മനുഷ്യർ മക്കയിൽ ശബ്ദമുയർത്തി. ഒരു കൂട്ടം മനുഷ്യരെ മലഞ്ചെരുവിൽ പട്ടിണിക്ക് കൊല്ലുകയോ? ആ ചോദ്യം പലരെയും തൊട്ടുണർത്തി. അതൊരു ചലനമായി മാറി. അങ്ങനെ ബഹിഷ്കരണം അവസാനിച്ചു. മോൾ ഉമ്മയുടെ കൈപിടിച്ച്, ഉമ്മ എഴുന്നേൽക്കൂ, നമുക്ക് പോകാം, വീട്ടിലേക്ക് പോകാം. വർഷങ്ങളുടെ കഠിനമായ ത്യാഗം ഫാത്തിമ മോൾക്ക് നല്ല കരുത്തു നൽകിയിട്ടുണ്ട്. മലഞ്ചെരുവിൽ നിന്നവർ പുറപ്പെടുന്നു. പട്ടിണിക്കോലങ്ങൾ വീട്ടിലെത്തി. അഴുക്കും പൊടിയും നിറഞ്ഞ വീട് അടിച്ചുവാരി തുടച്ചു വൃത്തിയാക്കി. ഉമ്മ കിടന്നു, പറ്റേ അവശയായിട്ടുണ്ട്. മരുന്ന് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. പഴയ കൂട്ടുകാരികളൊക്കെ കാണാൻ വരുന്നു. കണ്ടു മടങ്ങുന്നു. സംസാരശേഷി കുറഞ്ഞിരിക്കുന്നു. വളരെ പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നു. മക്കയിലെ ധനികയായ കച്ചവടക്കാരിയായിരുന്നു പ്രിയപ്പെട്ട ഉമ്മ. ധനമെല്ലാം ദാനം ചെയ്തു. ബഹിഷ്കരണകാലത്ത് കച്ചവടം നിലച്ചു. ഇന്ന് ദാരിദ്ര്യത്തിന്റെ അവസ്ഥ. ഉപ്പായുടെ മുഖത്ത് ദുഃഖം. ഖദീജ തന്റെ അഭയകേന്ദ്രം ഇതാ തളർന്നു വീണ് കിടക്കുന്നു.
എല്ലാം ദീനിനു വേണ്ടി ത്യജിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന് താങ്ങും തണലുമായി നിന്നു. ഇന്നിതാ ശക്തിയേറ്റ് കിടക്കുന്നു. മരണത്തിന്റെ കാലൊച്ച, മരണത്തിന്റെ കാർമേഘം താഴ്ന്നു വരുന്നു. ഫാത്തിമ മോളും ഉമ്മു കുൽസും ഇത്താത്തയും ഉപ്പായും മറ്റു ബന്ധുക്കളും ഉത്കണ്ഠയോടെ നിൽക്കുന്നു. മെല്ലെ കണ്ണുകൾ അടയുന്നു, ശ്വാസം നിലയ്ക്കുന്നു. ഖദീജ ബിവി റളിയല്ലാഹു അൻഹു വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫാത്തിമ മോൾ ദുഃഖം കടിച്ചമർത്തി നോക്കി കഴിയുന്നില്ല. കണ്ണുനീരിന് നിയന്ത്രണമില്ല, അത് ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്നു. നിയന്ത്രണങ്ങൾ തകർന്നുപോയി. മോളുടെ ശബ്ദം പൊങ്ങി, എൻ്റെ ഉമ്മ. ആരൊക്കെയോ മോളെ കെട്ടിപ്പിടിച്ചു കട്ടിലിൽ കൊണ്ടുപോയിരുത്തി കണ്ണീർ തുടച്ചു കൊടുത്തു. മോൾ തളർന്നു കിടന്നുപോയി. ജനങ്ങൾ ഒഴുകിക്കൂടി. അന്ത്യയാത്ര പറയാൻ, സ്ത്രീകൾ ഒരു നോക്ക് കാണാൻ തിക്കി തിരക്കി. മരണാനന്തര കർമ്മങ്ങൾ ഓരോന്നായി നിർവഹിക്കപ്പെട്ടു. മയ്യത്ത് കട്ടിൽ വന്നു. ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഭൗതിക ശരീരം അതിലെടുത്തു വെച്ചു. എല്ലാം പൂർത്തിയായി. ഇനി യാത്ര, അന്ത്യയാത്ര. മയ്യത്ത് കട്ടിൽ നീങ്ങിപ്പോയി, കൂടെ ജനക്കൂട്ടവും. ജനാസ കബറിലേക്ക് ഇറക്കി, കബർ മൂടി. മീസാൻ കല്ലുകൾ ഉയർന്നു. ഖദീജ റളിയല്ലാഹു അൻഹ മണ്ണിലേക്ക് മടങ്ങി. ഇനിയും അവർ ജീവിക്കും. ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകൾ, ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹായും അനുസ്മരിക്കപ്പെടും. ഫാത്തിമ മോൾ ചുറ്റും നോക്കി. ഉമ്മയില്ലാത്ത വീട്, ആ സ്നേഹസ്പർശം ഇനിയില്ല. ഇനിയുള്ള ജീവിതയാത്രയിൽ ഉമ്മായുടെ കൂട്ടില്ല. ഉപ്പാക്ക് ഇനിയാര് കൂട്ട്? ഇനി ഞാൻ, ഈ മോള് തന്നെ ഉപ്പായുടെ കൂട്ട്. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട മാതാവ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. പ്രിയപ്പെട്ട പിതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്കുള്ള ഹിജ്റയിലാണ്. വല്ലാത്ത ഏകാന്തത. എല്ലാവരും പോയി കഴിഞ്ഞു. ഒടുവിൽ ഉപ്പായും പോയി. ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാറുള്ള അബൂബക്കർ തങ്ങളും കൂടെ പോയി. മക്ക ഇളകി മറിയുകയാണ്. ഉപ്പായെ പിടികൂടാൻ ഓടി നടക്കുകയാണ്. ഖുറൈശികൾ പിടിച്ചെടുക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. സമ്മാനം നേടാൻ വേണ്ടി പലരും ഓടുന്നു. ഉപ്പായുടെ അവസ്ഥയെന്ത്? മോളുടെ മനസ്സിൽ വെപ്രാളം. മദീനയിലേക്കുള്ള പാതയിലൂടെ വളരെ ദൂരം ഓടിച്ചെന്നത്രേ. ശത്രുക്കൾ ഉപ്പായെ കണ്ടില്ല. എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? മലമുകളിലും പൊന്തകളിലും മുഴുവൻ അവർ തിരക്കി. ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല. ഖുറൈശികൾ നിരാശരായി മടങ്ങി. അവരുടെ മനസ്സിൽ പ്രതികാര ചിന്തകൾ എരിയുന്നു. ഉമ്മയും ഉപ്പയുമില്ലാത്ത വീട്. ആ വീട്ടിൽ ഒറ്റപ്പെട്ടുപോയ 2 പെൺകുട്ടികൾ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവർക്ക് ആശ്വാസമായി മറ്റൊരാൾ കൂടി ആ വീട്ടിലുണ്ട്, സെയ്ദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു. ഓർമ്മയില്ലേ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ? അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അടിമക്കുട്ടി ഇന്ന് കരുത്തുള്ള യുവാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ സംരക്ഷിക്കേണ്ട ചുമതല സെയ്ദ് റളിയല്ലാഹു അൻഹുവിനാണ്. ഖുറൈശികൾ ഏത് സമയവും കയറി വരാം, ആക്രമിച്ചേക്കാം. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് രാത്രി ഉറക്കമില്ല. ചെറിയൊരു ശബ്ദം കേട്ടാൽ ചാടി എണീക്കും. ശത്രുക്കൾ വരികയാണോ? ഈ പെൺകുട്ടികളെ എത്രയും വേഗം മദീനയിലെത്തിക്കണം, എങ്കിലേ മനസ്സമാധാനമുള്ളൂ. എളുപ്പമുള്ള പണിയല്ല അത്. ഖുറൈശികൾ ആക്രമിക്കും. വളരെ രഹസ്യമായി കടന്നു കളയണം. ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹു വരും. കുട്ടികളുമായി സംസാരിക്കും. മദീന യാത്രയാണ് ചർച്ച. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹു പറയും. ഒടുവിൽ നാടുവിടാൻ ദിവസം നിശ്ചയിച്ചു. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ കൊണ്ടുവന്നു. ഒട്ടക കട്ടിൽ വെച്ചു. ഉമ്മു കുൽസൂമും ഫാത്തിമ ബീവിയും അതിൽ കയറിയിരുന്നു. കാര്യമായിട്ടൊന്നും കരുതിയിട്ടില്ല. കുറച്ച് ഭക്ഷണം, വെള്ളം, വസ്ത്രങ്ങൾ. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചു നടന്നു. ഒട്ടകം നടന്നു നീങ്ങി. കുട്ടികൾ തിരിഞ്ഞു നോക്കി. പ്രിയപ്പെട്ട വീട്, ഉമ്മയും ബാപ്പായും താമസിച്ച വീട്. ഇന്ന് വീട് നിശബ്ദമായി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിറകണ്ണുകളോടെ വിട. അധികമാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നീങ്ങി. ഒട്ടകം ഉത്സാഹിച്ച് നടന്നു. മക്ക വിട്ടാൽ പിന്നെ ഒരു പ്രയാസവുമില്ല. മക്ക വിട്ടില്ല. അതിനു മുമ്പ് തന്നെ ശത്രു ചാടി വീണു. ഹുവൈരിസ്, ആരടാ ഒട്ടകപ്പുറത്തിരിക്കുന്നത്? സെയ്ദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞില്ല. ഹുവൈരിസ് ഒട്ടകത്തിന്റെ മൂക്കുകയറിൽ കയറി പിടിച്ചു. വിടടാ, പിടിവിടാൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ശബ്ദിച്ചു. ഒട്ടകപ്പുറത്തുള്ളവരെ താഴെ ഇറക്കടാ. താഴെ ഇറക്കില്ല, ഞാൻ ഇറക്കും, മര്യാദയ്ക്ക് മാറി നിന്നോ. ഹുവൈരിസ് വാൾ ചുഴറ്റി. 2 പേരും ഏറ്റുമുട്ടി. കുട്ടികൾ ഞെട്ടി വിറച്ചു. ഹുവൈരിസ് ഒട്ടകത്തെ വെട്ടി. അത് വേദന കൊണ്ട് പുളഞ്ഞു. വീണ്ടും വെട്ടി. ഒട്ടകം മറിഞ്ഞു വീണു. ഒട്ടകക്കട്ടിൽ തെറിച്ചുപോയി. പെൺകുട്ടികൾക്ക് വേദനിച്ചു. മനസ്സും ശരീരവും കഠിനമായി വേദനിച്ചു. ഒട്ടകക്കട്ടിലിൽ നിന്ന് പുറത്തു കടന്നു മരുഭൂമിയിലൂടെ ജീവനും കൊണ്ടോടിയവർ. എന്തൊരു രംഗം! സെയ്ദ് റളിയല്ലാഹു അൻഹു അവരുടെ പിന്നാലെ ഓടുകയാണ്. ശത്രു ആർത്തു ചിരിക്കുകയാണ്. ബേജാറ് നിറഞ്ഞ കാൽനടയാത്ര.
ദിവസങ്ങളോളം നടന്നു. കാലുകൾ വല്ലാതെ വേദനിച്ചു. ശരീരം തളർന്നു വാടിയ പൂക്കൾ പോലെയായി പ്രവാചകപുത്രിമാർ. ഒടുവിലവർ മദീനയിലെത്തി. മക്കളുടെ കോലം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയി. മുസ്ലിങ്ങൾ വാർത്ത കേട്ട് നടുങ്ങിപ്പോയി. ഫാത്തിമ മോൾ ഉപ്പായെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സാരമില്ല മക്കളെ, ഇങ്ങെത്തിയല്ലോ ഉപ്പായുടെ സ്വാന്തനത്തിന്റെ വാക്കുകൾ. പറിച്ചു നടപ്പെട്ട ജീവിതം. മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ഇവിടെ ഖുറൈശികളുടെ മർദ്ദനമില്ല. നിസ്കരിക്കാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, ദീനിനെ പറ്റി സംസാരിക്കാം. ഉപ്പായുടെ കാര്യങ്ങൾ ഫാത്തിമ മോൾ നോക്കുന്നു. ഉപ്പാക്ക് മോൾ ഉമ്മായെ പോലെയായി. മോൾ കാര്യങ്ങൾ അന്വേഷിക്കും, അഭിപ്രായം പറയും, നിർദ്ദേശങ്ങൾ കൊടുക്കും. ഉപ്പ അംഗീകരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഭാര്യയായി വന്നു. 2 ചെറുപ്പക്കാരികൾ, ആയിഷയും ഫാത്തിമയും. ബുദ്ധിമതികളാണവർ, സുന്ദരി കുട്ടികൾ. പിന്നീടവർ പണ്ഡിത വനിതകളായി മാറി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഇതിഹാസങ്ങളായി ഇഹത്തിലും പരത്തിലും വാഴ്ത്തപ്പെട്ടവരായി. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ പലരും ആഗ്രഹിക്കുകയും ചിലർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും അത്തരം മാന്യന്മാരോടൊക്കെ അവരർഹിക്കുന്ന മാന്യതയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടക്കി. അപ്പോഴൊക്കെയും തിരുമനസ്സിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിജ്റ 2-ാം വർഷം തന്റെ മകളെ അലി റളിയല്ലാഹു അൻഹുവിന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചു. അവിടുന്ന് വിവരം അലി റളിയല്ലാഹു അൻഹുവിന് ഉണർത്തി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് ശുക്ർ ചെയ്തു. തിരു ഉപദേശപ്രകാരം പടയങ്കി വിറ്റു. 400 ദിർഹം മഹർ കൊടുത്ത് ആ നിക്കാഹ് നടന്നു. പ്രമുഖരെല്ലാം ഒത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നടത്തി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു. ഒരു മുടഞ്ഞ കട്ടിൽ, ഈത്തപ്പന നാരി നിറച്ച തലയിണ, ഒരു തോൽപാത്രം, ഒരു കപ്പ്, ഇങ്ങനെ ഏതാനും ഉപകരണങ്ങൾ മാത്രം അതായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. നമ്മുടെ അടുക്കളയിലെ 100 കണക്കിന് ഉപകരണങ്ങൾ നോക്കുക. സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലെ ഗൃഹോപകരണങ്ങളും നോക്കുക. ഉപ്പയിൽ നിന്ന് അല്പം വിട്ടാണെങ്കിലും ആ അകൽച്ച മകൾക്കോ മകളെ പിരിഞ്ഞത് ഉപ്പാക്കോ സഹിക്കാനായില്ല. മകൾ അടുത്തായിരുന്നെങ്കിലൊന്ന് ഉപ്പ ആശിച്ചുപോയി, കൊതിച്ചുപോയി. ഉപ്പയെ എപ്പോഴും കാണാൻ പൊന്നുമോളും കൊതിച്ചു. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് ഏതാനും വീടുകൾ പള്ളിക്കടുത്തുണ്ടായിരുന്നു. ഹാരിസ റളിയല്ലാഹു അൻഹു ആ ഉപ്പയുടെയും മകളുടെയും വിഷമങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം തിരുദൂതരോട് തന്റെ വീട് തരാം, എനിക്കുള്ളതെല്ലാം അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഉള്ളതാണ്, അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ഇങ്ങോട്ട് താമസിപ്പിക്കുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ബീവി ഹാരിസ റളിയല്ലാഹു അൻഹു കൊടുത്ത വീട്ടിലേക്ക് ഉപ്പാക്ക് കാണുന്നിടത്തേക്ക് താമസം മാറ്റി. തന്റെ പൊന്നുമോളെ അതിരില്ലാതെ സ്നേഹിക്കുന്ന ആ വാത്സല്യനിധിയായ പിതാവ് എല്ലാ പ്രഭാതത്തിലും മകളെ കൊള്ളേ നോക്കും. സുബഹി ബാങ്ക് കേട്ടാൽ ആ വാതിൽ കട്ടിലിൽ പിടിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹായെ നോക്കും. ആദ്യമായി കൺകുളിർക്കി കാണും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് യാത്ര കഴിഞ്ഞു വന്നാലും പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊള്ളേ മുന്നിടും. അവിടെ കുറെ നേരം ഇരിക്കും. ശേഷമേ ഭാര്യയുടെ സമീപത്തേക്ക് പോവുകയുള്ളൂ. മുഹമ്മദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങോട്ടോ യാത്ര പുറപ്പെട്ടു. കൂടെ അലി റളിയല്ലാഹു അൻഹുവുമുണ്ട്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന് 2 വളയും കാതിൽ ഇടുന്ന 2 ആഭരണങ്ങളും ലഭിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് തന്റെ പിതാവും ഭർത്താവും വരുമ്പോൾ കാണാനായി ചുമരിൽ തൂക്കി. അവർ വന്നു. പൊന്നുപ്പ ഇത് കണ്ട് അവിടുന്ന് കനപ്പിച്ച മുഖവുമായി പള്ളിയിലേക്ക് പോയി. ഉപ്പയുടെ മോൾക്ക് ഇത് മനസ്സിലായി. തന്റെ ഉപ്പാക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. മോൾക്ക് ഒരു ദുഃഖവും തോന്നിയില്ല. മോൾ അതെല്ലാം ഊരിയെടുത്ത് ഉപ്പയെ കൊള്ള കൊടുത്തയച്ചു. കൊണ്ടുപോകുന്ന ആളോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ റസൂലിനോട് മകൾ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ഇക്കാണുന്നതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാനും പറയണം. ദൂതൻ അത് നിറവേറ്റി. ഉപ്പ പറഞ്ഞു, മോൾ അങ്ങനെ ചെയ്തോ? മോളുടെ പിതാവ് തന്നെ ദണ്ഡം. ദുനിയാവ് മുഹമ്മദിനില്ല, മുഹമ്മദിന്റെ കുടുംബത്തിനുമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം ദുനിയാവിന് ഉണ്ടായിരുന്നെങ്കിൽ സത്യനിഷേധിക്ക് ഒരു ഇറക്ക് വെള്ളം അള്ളാഹു നൽകുമായിരുന്നില്ല. അഹ്ലു ബൈത്ത് പിറക്കുകയായി. പിന്നീട് അവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് ആദ്യമായി ഒരു പൊന്നുമോൻ പിറന്നു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിന് ഹസൻ എന്ന് പേരിട്ടു. പിന്നീട് ഹുസൈൻ, മുഹ്സിൻ, സൈനബ, ഉമ്മു കുൽസൂം എന്നിവരും ഉണ്ടായി. റുഖിയ എന്നൊരു കുട്ടി കൂടിയുണ്ടായിരുന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഈ കുട്ടികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിലുണ്ണികളായിരുന്നു.
അവിടുന്ന് അവരെ കണ്ട് സന്തോഷിച്ചു, അവരോടൊപ്പം സമയം ചിലവഴിച്ചു. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നോക്കിയിരിക്കുമ്പോൾ വല്ലുപ്പ പേരമക്കൾക്കൊപ്പം കളിയിലായിരിക്കും. ആ കളിയിൽ മക്കൾക്കനുസരിച്ച് അവിടുന്ന് കുനിഞ്ഞിരുന്നു കൊടുക്കും. ഹസനും ഹുസൈനും അവിടുത്തെ പുറത്ത് കയറിയിരിക്കും. അവിടുത്തെ വാഹനമാക്കും മക്കളെയും പുറത്തേറ്റ് മുട്ടുകുത്തി നടക്കും. ലോക നേതാവ് കാരുണ്യത്തിന്റെ കേദാരം അവിടുന്ന് കാണിച്ചു തരാത്ത മേഖലയുണ്ടോ? മക്കളോട് എങ്ങനെ വർത്തിക്കണമെന്ന് മാലോകർക്ക് കാണാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ മക്കളോടും പേരമക്കളോടും ഒരു പിതാവ് നേരം പോകുന്നത് കാണാം. അവിടുന്ന് ലോക നേതാവ്, ഭരണാധിപനാണ്. എണ്ണിയാൽ തീരാത്ത ദൗത്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. അതിനിടയിലും മക്കൾക്കൊപ്പം കളിക്കാൻ കൂടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മക്കൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കും. ഒരു രാത്രി ഹസൻ റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞ് വെള്ളം വേണമെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ ഉമ്മയും ഉപ്പയും അലിയും ഫാത്തിമയും റളിയല്ലാഹു അൻഹുമാ അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കുഞ്ഞിന് വെള്ളം കൊടുക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൗത്രന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്നത് അക്റാഹ് ബിനു ഹാബിസ് എന്നവർ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒരാളെയും ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞു, മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹുവും കരുണ കാണിക്കുകയില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ തിരുസന്നിധിയിൽ ചെന്നപ്പോൾ പേരക്കിടാങ്ങളായ ഹസനും ഹുസൈനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുതുകിൽ കയറിയിരിക്കുന്നു. ഉടൻ ഞാൻ പറഞ്ഞു, മുന്തിയ തരം വാഹനം. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വാഹനത്തിൽ ഇരിക്കുന്നവരും മുന്തിയവർ തന്നെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായിരിക്കെ ഹസൻ റളിയല്ലാഹു അൻഹു അവിടത്തെ മുതുകിൽ കയറിയിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു തന്റെ മുതുകിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ദീർഘിപ്പിക്കുകയാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ രാജപുത്രി എന്ന് വിശേഷിപ്പിക്കാമല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ. അന്നത്തെ ഇസ്ലാമിക ഭരണാധിപനാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏതൊരു യുഗത്തിലും 99% ഭരണാധിപരും അവരിലേക്ക് ദാരിദ്ര്യം എത്താറില്ല. എന്നാൽ തുല്യതയില്ലാത്തതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം. എന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് മോഷണം നടത്തിയതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കും എന്ന പ്രഖ്യാപനം ഓർത്തു നോക്കൂ. ലോകാവസാനം വരെയുള്ള ഓരോ നേതാക്കൾക്കും സമ്പൂർണ്ണ മാതൃകയാണ് അവിടുന്ന്. ഇസ്ലാമിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അധിക്ഷേപിക്കുന്നവർ ആധുനിക യുഗത്തിലെ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് അകന്ന അജ്ഞരായ നാമമാത്ര മുസൽമാനായ വ്യക്തികളിൽ നോക്കിയല്ല ഈ പരിശുദ്ധ മതത്തെ വിലയിരുത്തേണ്ടത്. ആ തിരുജീവിതത്തിന്റെ പാഠങ്ങൾ ഗ്രഹിച്ചാൽ ഏതൊരു ബുദ്ധിമാനും 1000 വട്ടം സമ്മതിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാദൃശ്യമാകാൻ ലോകത്താരുവില്ലെന്ന്. അവിടുത്തെ സഹനം ഒരു സമൂഹത്തെ ആകമാനം സ്വാധീനിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ ഒരു പായയിൽ കിടക്കുകയായിരുന്നു. ആ പുണ്യ ശരീരത്തിന്റെ ഇരു പാർശ്വങ്ങളിലും പായയുടെ അടയാളം പതിഞ്ഞിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് കണ്ണോടിച്ചു. ആ വീട്ടിൽ ആകെയുണ്ടായിരുന്ന ഉപകരണങ്ങൾ വിരലിലെണ്ണാവുന്നതാണ്. ദയനീയമായ സ്ഥിതി കണ്ട് കണ്ണു നിറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, അവിടത്തേക്ക് ഒരു വിരിപ്പ് ആകാമായിരുന്നില്ലേ? എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെങ്ങനെ? ഉമറേ, ഞാനും ഭൗതിക ലോകവും തമ്മിൽ എന്തിരിക്കുന്നു? അത്യുഷ്ണമുള്ള ദിനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ഞാൻ. ആ യാത്രക്കാരൻ ചൂട് ശക്തിയായപ്പോൾ ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരിക്കുന്നു. അല്പസമയത്തെ വിശ്രമത്തിനു ശേഷം അയാൾ യാത്ര തുടരും. അയാൾ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. ഞാനും ഈ ലോകവും തമ്മിലുള്ള ബന്ധം അത്രയുള്ളൂ ഉമറേ. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട് പിന്നെങ്ങനെ വിഭവ സമൃദ്ധമാകും? ഒരു നേരം വിശപ്പടക്കിയാൽ ഒരു നേരം പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞ നേതാവിന്റെ പുത്രിയല്ലല്ലോ അവർ. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന ലോക മുസൽമാന്റെ കണ്ണിലുണ്ണി എപ്പോഴാണ് വയറ് നിറച്ചത്? അതുണ്ടായിരിക്കുമോ കുഞ്ഞുകാലത്തല്ലാതെ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസഹ്യമായ വിശപ്പിനാൽ ഒരാശ്വാസത്തിന് താഴ്ന്ന തരം കാരക്കിയെങ്കിലും ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തുടർച്ചയായ രാത്രികളിൽ ശൂന്യമായ വയറുമായി കഴിയുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് ഒരിക്കൽ ഒരു റൊട്ടി ചുടാനുള്ള മാവ് കിട്ടി. ഒരൊറ്റ റൊട്ടി മാത്രം. ഫാത്തിമ മോൾ അത് ചുട്ടെടുത്ത് വിശന്നിരിക്കുന്ന ഉപ്പയെ മകൾക്കറിയാം. തനിക്ക് കിട്ടിയത് തന്റെ പ്രിയപ്പെട്ട ഉപ്പാക്കും ഓരോഹരി കൊടുക്കണം. ഉപ്പയ്ക്കരികിലേക്ക് പോയി ആ റൊട്ടി ഉപ്പാക്ക് കൊടുത്തു. ഉപ്പ ചോദിച്ചു, ഇതെന്താ മോളെ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഞാൻ ചുട്ടെടുത്ത റൊട്ടിയാണ്, എനിക്കൊറ്റയ്ക്ക് തിന്നാൻ പറ്റില്ല ഉപ്പ പട്ടിണി കിടക്കുമ്പോൾ. ഒരു കഷ്ണം റൊട്ടി പ്രിയങ്കരിയായ മകൾ ഉപ്പാക്ക് കൊടുത്തു. പിതാവ് ഭക്ഷിച്ചു, അള്ളാഹുവിനെ സ്തുതിച്ചു. മോളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, മോളെ, നിന്റെ പിതാവിന്റെ വയറ്റിലേക്ക് 3 ദിവസത്തിന് ശേഷം ആദ്യമായി പ്രവേശിക്കുന്ന ഭക്ഷണമാണിത്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്റെ പൊന്നുമോൻ ഒരു മൂലയിൽ ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്റെ പൊന്നുമോൾ ഒരു മൂലയിൽ തളർന്ന് ചാരിയിരിക്കുന്നു. വിശപ്പിന്റെ കാഠിന്യം ആ മുഖത്ത് കാണാം. പേരമക്കൾ അസഹ്യമായ വിശപ്പിനാൽ തളർന്നുറങ്ങുകയാണ്. ആ നയനങ്ങൾ ഉപ്പയും മകളും പരസ്പരം ദീനമായി നോക്കി. സങ്കടത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു. ഒന്നും കൊടുക്കാനില്ലായിരുന്നു ഉപ്പാന്റെ വിഷം. ഉപ്പാനോട് ഒന്നും ചോദിച്ചുമില്ല പൊന്നുമോൾ. കുടുംബത്തിന് ഒരു നേരത്തെ വിശപ്പടക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നമ്മുടെ വീട്ടിൽ വിൽക്കാൻ പറ്റിയ വല്ല ഉപകരണങ്ങളുമുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ലഭിച്ച ഒരു പുതപ്പുണ്ട്, അത് ഉപയോഗിക്കാത്തതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ അതിങ്ങ് തരൂ, ഞാനത് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കട്ടെ. നമുക്കൊരു നേരത്തെ ആഹാരത്തിന് വല്ലതും കിട്ടിയാൽ അത് വിൽക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹു പുതപ്പെടുത്തു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പുതപ്പ് വിൽക്കാനായി നടന്നു. വഴിയിൽ ഒരാളെ കണ്ടു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പുതപ്പ് വിൽക്കാനുള്ളതാണ്, താങ്കൾക്ക് ആവശ്യമുണ്ടോ? അയാൾ പുതപ്പ് വാങ്ങി നോക്കി. 6 ദിർഹം തരാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മതി. അങ്ങനെ 6 ദിർഹമിന് ആ പുതപ്പ് വിറ്റു. അലി റളിയല്ലാഹു അൻഹു എന്ന കുടുംബനാഥന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം. പ്രവാചക പുത്രിക്കും മക്കൾക്കും ഒരു നേരം വിശപ്പടക്കാനുള്ള വഴിയായല്ലോ, അൽഹംദുലില്ലാഹ്. അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ തിരിച്ചു നടന്നു, പ്രസന്നമായ മുഖത്തോടെ. അപ്പോൾ അതാ ഒരു യാചകൻ, ഒരു പാവപ്പെട്ട സഹോദരൻ, തനിക്കറിയില്ല അയാൾ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടവനാണ്, വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തരണം. തിരുസവിധത്തിൽ നിന്നും 1000 മാതൃകകൾ പഠിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ മുന്നിൽ ഒരു യാചകൻ വിശപ്പടക്കാൻ കേഴുന്നത് കണ്ടപ്പോൾ പട്ടിണിയായാൽ തളർന്നുറങ്ങുന്ന മക്കളെ മറന്നുപോയി. മൂലയിൽ തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ട പത്നിയെ മറന്നു. കയ്യിലുണ്ടായിരുന്നത് 6 ദിർഹം. ആ 6 ദിർഹമും ആ യാചകന് നൽകി. തൗഫീക്ക് തന്ന അള്ളാഹുവിനെ സ്തുതിച്ചു. ഇപ്പോൾ പുതപ്പുമില്ല, ദിർഹമുമില്ല. ശൂന്യമായ കൈകളോടെ മഹാനവർകൾ തിരിച്ചു നടന്നു. കുറച്ചകലെ എത്തിയപ്പോൾ ഒരാൾ ഒരു കുതിരയെയും കൊണ്ടുവരുന്നു. അയാൾ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഈ കുതിരയെ വിൽക്കാനുള്ളതാണ്. വീട്ടിൽ അരി വാങ്ങാൻ മാർഗമില്ലാത്ത അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല. അയാൾ പറഞ്ഞു, അതിന് വിഷമിക്കേണ്ട, എനിക്ക് ഇതിന് 100 ദിർഹം വേണം, ഇതിനെ വിറ്റിട്ട് തന്നാൽ മതി. അലി റളിയല്ലാഹു അൻഹു കുതിരയെ 100 ദിർഹമിന് വാങ്ങി. കുതിരയെയും കൊണ്ട് നടന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അയാൾ ചോദിച്ചു, കുതിരയെ വിൽക്കാനാണോ? അലി തങ്ങൾ പറഞ്ഞു, അതെ. എന്തു വേണം, എന്തു തരും? ഞാനൊരു 160 ദിർഹം തരാം. അലി റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. കുതിരയെ 160 ദിർഹമിന് വിറ്റു. കുതിരയെ തനിക്ക് തന്ന ആൾക്ക് 100 ദിർഹം വേഗം തിരിച്ചു കൊടുത്തു. ഇനി 60 ദിർഹമുണ്ട്. 6 ദിർഹം തന്റെ നിർണായക ഘട്ടത്തിൽ ദാനം ചെയ്തതിന് അതിന്റെ 10 ഇരട്ടി 60 ദിർഹം അള്ളാഹു ഉടനെ തന്നെ നൽകുകയാണ്. ആദ്യം യാചകനായി വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമും പിന്നീട് കുതിരയെ മേടിക്കാൻ വന്നത് മീകായിൽ അലൈഹിസ്സലാമും ആയിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമോൾക്ക് വാടക വീട്ടിൽ വന്നപ്പോൾ ഒരു പരുക്കൻ ജീവിതമാണ് നയിക്കേണ്ടി വന്നത്. വീട്ടുജോലികളെല്ലാം സ്വയം നിർവഹിക്കണം. സഹായത്തിനൊരാളുമില്ല. തിരക്കല്ലിൽ ഗോതമ്പ് അരിച്ചെടുക്കണം. കല്ലിന് വലിയ ഭാരം, അത് തിരിക്കാൻ പ്രയാസം. റോസാദളം പോലെ മിനുസമുള്ള ഉള്ളം കൈ വേദനിച്ചു. കടുത്ത ദാരിദ്ര്യം, സാമ്പത്തിക നില വളരെ മോശം. അടുപ്പിൽ തീ കത്തിക്കുന്നതും ബുദ്ധിമുട്ട് തന്നെ. വിറകുകൊള്ളികൾ വെച്ച് നന്നായി ഊതണം. നേരത്തെ ശീലമാക്കാത്ത പണികൾ. കല്ല് തിരിച്ച് കൈ വിങ്ങി. അടുപ്പിൽ ഊതിയൂതി മുഖത്തിന്റെ നിറം മങ്ങി. തീ കത്തിച്ചപ്പോൾ കൈ പൊള്ളി. പ്രിയ പത്നിയുടെ അവസ്ഥ കണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ വിഷമിച്ചു. ജോലികളിൽ സഹായിച്ചു. ദൂരെ നിന്നും വെള്ളം കൊണ്ടുവരികയും വെള്ളം കൊണ്ടുവരുന്ന ജോലി അലി റളിയല്ലാഹു അൻഹു നിർവഹിക്കുകയും പല ജോലികളും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, നബി തങ്ങളുടെ അടുത്ത് കുറേ അടിമകൾ വന്നു ചേർന്നിട്ടുണ്ട്. ഒരാളെ നമുക്ക് തരാൻ പറയൂ, നീ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്കൂ. കേട്ടപ്പോൾ ആഗ്രഹം, വീട്ടിൽ സഹായത്തിന് ഒരാളാകുമല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രതീക്ഷയോടെ വീട്ടിൽ നിന്നിറങ്ങി. നടന്ന് പിതാവിന്റെ സമീപത്തി. അവിടത്തെ എത്തിയപ്പോൾ ലജ്ജ തോന്നി. ഒരു വേലക്കാരിയെ വേണമെന്ന് എങ്ങനെ പറയും? വീട്ടുജോലികളൊക്കെ താൻ തന്നെ ചെയ്യേണ്ടതല്ലേ?
എന്താ മോളെ വിശേഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹപൂർവ്വം മകളോട് ചോദിച്ചു. ഒന്നുമില്ല ഉപ്പ, വെറുതെ വന്നതാണ്. വന്ന കാര്യം പറയാതെ തിരിച്ചു പോന്നു. ഭാര്യ വെറും കൈയോടെ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ഭർത്താവിന് ഉത്കണ്ഠ. ഫാത്തിമ, എന്തുപറ്റി? എനിക്ക് ലജ്ജ തോന്നി. ഞാനൊന്നും പറഞ്ഞില്ല. നിന്റെ ഒരു ലജ്ജ. വരൂ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം, അലി റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. ഒരു വേലക്കാരിയെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ചെന്ന് ചോദിക്കാൻ ലജ്ജ അനുവദിച്ചില്ല. ഭർത്താവ് സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോൾ പോകാമെന്ന് തീരുമാനിച്ചു. ഇരുവരും പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തി സലാം ചൊല്ലി അലി റളിയല്ലാഹു അൻഹു വിനയപൂർവ്വം ഇങ്ങനെ ഉണർത്തി. ഫാത്തിമ വല്ലാതെ വിഷമിച്ചുപോയി. തിരക്കല്ല് തിരിച്ച് കയ്യിൽ നീര് കെട്ടി അടുപ്പിൽ ഊതിയൂതി മുഖത്തിന്റെ നിറം മങ്ങി. കൈപൊള്ളി, ഒരു വേലക്കാരിയെ കിട്ടിയാൽ കൊള്ളാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ലജ്ജയോടെ നിന്നു. വേണ്ടായിരുന്നു എന്ന തോന്നലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ മറുപടി നൽകി. ദാസിമാരുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. മറുപടി കേട്ടപ്പോൾ പിന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. രാത്രി സമയം, ഉള്ളത് കഴിച്ച് ഉറങ്ങാൻ നേരമായി. ഉറങ്ങാനൊരുങ്ങുമ്പോൾ വാതിലിൽ മുട്ടുന്നു. വാതിൽ തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. നബി തങ്ങൾ അവരോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ഒരു ദാസിയെ ചോദിച്ചു. ഒരു ദാസിയെ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഉറങ്ങാൻ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം ചൊല്ലുക. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നും അപ്രകാരം ചൊല്ലുക. നിങ്ങളുടെ ജോലികൾ നിങ്ങൾ തന്നെ ചെയ്തു തീർക്കണം. ഇവിടത്തെ സുഖങ്ങളെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്, പരലോകത്തെ സുഖങ്ങളെ പറ്റി ചിന്തിക്കണം. അതിനുള്ള മാർഗം ചിന്തിക്കണം. ഉപ്പയുടെ ഉപദേശം മകളുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. പരലോകത്തെ സുഖങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇവിടത്തെ എല്ലാ സുഖങ്ങളും ത്യജിക്കാം. പരലോകത്തെ വിജയം ലഭിച്ചാൽ മതി. അതിനുവേണ്ടി ഏത് കടുത്ത ത്യാഗവും ചെയ്യാം. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മനസ്സ് അതിന് തയ്യാറായി. പിന്നീടുള്ള ജീവിതം പരീക്ഷണങ്ങളുടേതായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വളരെ പരുക്കൻ ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് മുൻഭാഗങ്ങളിൽ നാം പറഞ്ഞു. അതിനിടയിൽ ഫാത്തിമ ബീവിക്ക് രോഗം വന്നു. മേലാസകലം വേദന, ശരീരം ക്ഷീണിച്ചുപോയി. പിതാവ് കൂടെ കൂടെ രോഗവിവരങ്ങൾ അന്വേഷിച്ചു വരും. എങ്ങനെയുണ്ട് മോളെ? ഒരിക്കൽ നബി തങ്ങൾ മകളോട് ചോദിച്ചു. ശരീരം സുഖപ്പെട്ടിട്ടില്ല, ശരീരത്തിൽ വേദനയുണ്ട്, അത് സാരമില്ലെന്ന് കരുതാം. വീട്ടിൽ ഭക്ഷ്യവസ്തുക്കൾ ഒന്നുമില്ല, അക്കാര്യമാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ വേദന നിറഞ്ഞ മറുപടി. അതിന് പിതാവിൽ നിന്നുണ്ടായ പ്രതികരണം ഇപ്രകാരമായിരുന്നു. എന്റെ പൊന്നുമോളെ, എന്റെ മോൾ ലോകത്തിലെ സ്ത്രീകളുടെ നേതാവാണ്. നിന്റെ ജീവിതം എല്ലാവർക്കും മാതൃകയായിരിക്കണം. ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കണം, എല്ലാം സഹിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. നിന്റെ ഭർത്താവിന്റെ കയ്യിൽ ധനം കുറവാണ്, എന്നാൽ ദീനീ കാര്യങ്ങളിൽ അദ്ദേഹം ഉന്നതനാണ്. ഉത്തമനായ ഭർത്താവിനെയാണ് നിനക്ക് ലഭിച്ചത്. പിതാവിന്റെ വാക്കുകൾ മകളെ കോരിത്തെരിപ്പിച്ചു. ഇല്ലായ്മയുടെ കഥകൾ ഇനി ഒരാളോടും പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ഉപദേശിച്ചു. അലി, ഫാത്തിമയെ വിഷമിപ്പിക്കരുത്. അവളോട് സ്നേഹപൂർവ്വം പെരുമാറണം. പോരായ്മകൾ കണ്ടാൽ ക്ഷമിക്കണം. അലി റളിയല്ലാഹു അൻഹു ആ ഉപദേശങ്ങൾ പാലിച്ചു വന്നു. ചിലപ്പോൾ ചില്ലറ സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടാകും. അല്പം കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ഭാര്യയോട് അല്പം പരുഷമായി പെരുമാറി. ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് സഹിക്കാനായില്ല. പിതാവിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ഭാര്യ പുറപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് വിഷമമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ പറ്റി പരാതി പറയുമല്ലോ, അതോർത്തപ്പോൾ വിഷമം. വേണ്ടിയിരുന്നില്ല, താൻ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, കൂടെ ചെല്ലാം. എങ്ങനെയെങ്കിലും ഭാര്യയെ സമാധാനിപ്പിച്ചു കൂട്ടിക്കൊണ്ടുവരണം. അലി റളിയല്ലാഹു അൻഹു നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെത്തി. അപ്പോൾ അകത്തു നിന്ന് സംസാരം, ഉപ്പയും മകളും കൂടി സംഭാഷണം. അലി റളിയല്ലാഹു അൻഹു അവരുടെ മുമ്പിലേക്ക് കടന്നു ചെന്നില്ല, അവിടെ തന്നെ നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ കേട്ടു. ഫാത്തിമ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. ഭർത്താവിന്റെ സംസാരവും പെരുമാറ്റങ്ങളുമൊക്കെ ഭാര്യയുടെ ഇഷ്ടം നോക്കിയാകണമെന്നില്ല. നീ പിണങ്ങിപ്പോകരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് കടുത്ത ദുഃഖം. അലി റളിയല്ലാഹു അൻഹു കടന്നു ചെന്ന് എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഫാത്തിമ, ഞാനിനി നിന്നോട് ദേഷ്യപ്പെടുകയില്ല. പിണക്കം മറന്നു ഇണക്കമായി സന്തോഷത്തോടെ മടങ്ങിപ്പോന്നു. അലി റളിയല്ലാഹു അൻഹു മികച്ച കവിയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹു മികച്ച കവിയത്രിയുമാണ്. ചിലപ്പോൾ സംസാരം കവിതയിലായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിക്ഷണത്തിൽ വളർന്ന കുട്ടിയാണ് ഫാത്തിമ ബീവി. സംസാരത്തിൽ പോലെ നബി തങ്ങളുടെ പകർപ്പ്. അലി ഫാത്തിമ ദമ്പതികൾക്ക് സന്താനങ്ങൾ 5 എണ്ണമാണ്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, മുഹസിൻ റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ.
മുഹ്സിൻ റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. മാതാപിതാക്കളെ ഏറെ ദുഃഖിപ്പിച്ച സംഭവമായിരുന്നു ആ മരണം. അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു തകൃതിയായി വീട്ടുജോലികൾ ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ കുളിപ്പിക്കുകയാണ്, തലതോർത്തി കൊടുക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ തന്നെ കുബ്ബൂസും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല. അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്നയാളാണ്. ഇന്നെന്ത് പറ്റിയാവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കേട്ടയുടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കം? ദേഷ്യം പിടിക്കാതെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് ചോദിച്ചു, നമ്മളെങ്ങാനുമായിരുന്നുവെങ്കിൽ അടിയും ചീത്തയുമൊക്കെയായിട്ട് രംഗം വഷളാക്കി എന്നെ. പണ്ഡിതന്മാർ ആവർത്തിച്ച് പറഞ്ഞതും ഇതുകൊണ്ടാണ്, ഈ ദാമ്പത്യത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന്. ഖിയാമത്ത് നാളാവുന്നതുവരെ ഞാൻ മടങ്ങി വരില്ല. ഇടിവെട്ടേറ്റതുപോലെയുള്ള മറുപടി. അലി റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്താ ഫാത്തിമ ഈ പറയുന്നേ? നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണി നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എന്റെ ഉപ്പാന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലമായില്ലേ, കാണാൻ പൂതി വരുത്തെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും. ഇത് കേട്ടതോടെ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീവിയും പൊട്ടിക്കരയുകയാണ്. ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടുപോവുകയാണ്. എന്ത് പറയണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു. വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലി റളിയല്ലാഹു അൻഹു. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തനിക്ക് മക്കളെ സമ്മാനിച്ച, കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ, അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ അലി റളിയല്ലാഹു അൻഹു ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ്. ഫാത്തിമ ബീവി മക്കളെ വിളിച്ച് രണ്ടുപേരെയും മടിയിലിരുത്തി. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കിയപ്പോഴേക്കും ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. ഞാൻ പോയാൽ പിന്നെ ആരാണ് എന്റെ മക്കളെ കുളിപ്പിക്കുക, ഉടുപ്പിച്ചു തരിക എന്നും പറഞ്ഞ് തുരുതുരാ ചുംബിച്ച് കരയുകയാണ് ഫാത്തിമ ബീവി. വീടാകെ മൂകത, ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. ഇതൊക്കെ കേട്ട് നെഞ്ചുപൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ വീരപ്പുലി അലി റളിയല്ലാഹു അൻഹു. മരണം വരുമെന്നറിയാം, പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല. കവിൽ നനഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നീ പോവുകയാണല്ലേ? നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം. പിന്നെ നിന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നെ പറ്റി പരാതി പറഞ്ഞേക്കരുത്. ഞാനൊരു പാവമാണ്, എല്ലാം പൊരുത്തപ്പെടണം. നാളെ മഹ്ശറയിട്ട് തരണേ. പിന്നെ എന്റെ പുന്നാര മക്കളായ ഹസൻ ഹുസൈനെ ഒരിക്കലും തല്ലരുതേ. അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ, ഓ സമൂഹമേ, ഫാത്തിമ ബീവി സിറാത്ത് കടക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കണം. ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ്. ഓർമ്മകളും വിരഹവും പറഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്ന് ഫാത്തിമ ബീവി തന്റെ പരിചാരികയോട്, ഇനിയാരെയും റൂമിലേക്ക് കടത്തിവിടരുത്, ഞാൻ ദിക്ർ സ്വലാത്ത് ചൊല്ലിക്കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ച് കിടക്കുകയാണ്. സമയമായി. ഫാത്തിമ ബീവി ഈ ലോകം വെടിയുന്നു. അള്ളാഹു റൂഹ് പിടിക്കാൻ കൽപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാരമകൾ യാത്രയാവുന്നതറിഞ്ഞ് ആകാശം കരഞ്ഞു, ഭൂമി പിടച്ചു, സർവ്വജീവജാലങ്ങളും വിതുമ്പുന്നു. പെട്ടെന്ന് മദ്രസയിൽ പോയിരുന്ന ഹസനും ഹുസൈനും തിരികെ വരികയാണ്. ഉമ്മി, ദുഹാ നിസ്കരിക്കാൻ സമയമായി, എഴുന്നേൽക്കുമ്മ. പൊന്നുമ്മ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞതറിയാതെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിഷ്കളങ്ക ബാല്യങ്ങൾ. ഉമ്മയുടെ മുഖമക്കനെ നീക്കി നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രഭാമയം. വേദനയോടെ അവർ മനസ്സിലാക്കി, ഇല്ല, ഇനി ഉമ്മ തിരിച്ചു വരില്ലെന്ന്. രണ്ടുപേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അയൽവാസികളും നാടാകെ വഫാത്ത് താങ്ങാൻ കഴിയാതെ വിതുമ്പുകയാണ്. വിവരമറിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നെത്തി. പ്രിയതമയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ പണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതോർക്കുന്നുണ്ട്, അലി, ഫാത്തിമ സ്വർഗത്തിലും നിന്റെ ഭാര്യയായിരിക്കും. അലി റളിയല്ലാഹു അൻഹു തന്നെ മയ്യത്ത് പരിപാലനം നടത്തി.
ജീവിതകാലത്ത് അന്യ പുരുഷന്മാർ ആരും ഫാത്തിമ ബീവിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. മരണസമയത്തും അങ്ങനെ തന്നെയാണ്. ഹിജ്റ 11 റമളാൻ മാസത്തിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ വഫാത്ത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നബി കുടുംബത്തിൽ നിന്ന് മരണപ്പെടുന്ന ആദ്യത്തെയാൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രന്മാർ വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. പുത്രിമാർ യൗവനദശയിലും മരണപ്പെട്ടു. ഫാത്തിമ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കട്ടെ. കൂട്ടുകാരെ, മരണസമയത്ത് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മാത്രം വാശി പിടിച്ച, ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ, ഭർത്താവിന്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നുമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ഫാത്തിമ ബീവിയെ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.